4 സ്വഭാവങ്ങളുണ്ട്. അവൻ തനി മുനാഫിക്കാണ്. ആരൊക്കെയാണ്? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ നുണയെ പറയൂ. രണ്ടാമത്തെ എന്താണ്? വൈദൂത്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. വൈദാ അഹദ ഗദറ, കരാർ ചെയ്താൽ ലംഘിക്കും. കരാർ ചെയ്താൽ ലംഘിക്കും. അത് ആരുടെ സ്വഭാവമാണ്? അത് മതസംഘടനയുടെ സ്വഭാവമല്ല, മറിച്ച് മതവിരുദ്ധരുടെ സ്വഭാവമാണ്. അത് മുനാഫിക്കിൻ്റെതാ, മൂമിനിൻ്റെതല്ല. അത് മുനാഫിക്കിൻ്റെതാണ്. അത് വിശ്വാസിയുടേതല്ല, കപടവിശ്വാസിയുടേതാണ്. ആരായിരുന്നാലും ഏത് കോലം കിട്ടിയിട്ടുണ്ടെങ്കിലും. നമ്മൾ പറഞ്ഞു, ഒരു വിശ്വാസിയിൽ പാടില്ലാത്ത ഒരു കാര്യമാണ്, ഒരു സ്വഭാവമാണ് ശപിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ശപിക്കാം, പിന്നീട് അവൻ്റെ പ്രവാചകനും ശപിക്കാം. എന്നാൽ ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞു. റസൂലിനെ ശപിക്കാമെന്ന് പറയുമ്പോൾ അത് പടച്ചറബിൻ്റെ തീരുമാനപ്രകാരമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യരെ ശപിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, നാക്കാലി ജീവികളെപ്പോലും മൃഗങ്ങളെപ്പോലും ശപിക്കരുതെന്നാണ് ഇസ്ലാമിക നിയമം. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, കൂടെ സഹാബാക്കളുണ്ട്. ഒരാൾ തൻ്റെ ഒട്ടകം ക്ഷീണിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞപ്പോൾ ആ ഒട്ടകത്തിൻ്റെ ആൾ പറയാണ്, ലഅനക്കല്ലാ, മോശം, അള്ള നിന്നെ ശപിക്കട്ടെ എന്ന് താൻ ഉപയോഗിക്കുന്ന ഒട്ടകത്തിനോട് അയാൾ പറയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹാദൽ ലായിനു ബഈറ, ആ ഒട്ടകത്തെ ശപിച്ചയാൾ ആരാണ്? ഒട്ടകത്തിനെയാണ് ശപിക്കുന്നത്, ബുദ്ധിയില്ല, വിവേകമില്ല, നാക്കാലി മൃഗമാണ്. പക്ഷേ ആരാണതിനെ ചതിച്ചത്? ആരാണതിനെ ശപിച്ചത്? അപ്പോഴത്തേക്കും പറഞ്ഞു, അനയാ സുല്ല നബി, ഞാനാണ് അതിനെ ശപിച്ചത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിലാൻഹു ഫല തസ്ഹബുനാ ബിമൽഊനിൻ ലാ തദഉ വലാ അൻഫുസികും വലാ തദഉ വലാ ഔലാദികും വലാ തദഉ വലാ അംവാലികും. എന്നാലേ നീ ഞങ്ങളുടെ കൂടെ വരേണ്ടതില്ല. എന്തുമായി വരേണ്ടതില്ല? ശപിക്കപ്പെട്ട ഒരു സാധനവുമായി ഞങ്ങളുടെ കൂടെ വരേണ്ടതില്ല. ശപിക്കപ്പെട്ടൊരു വസ്തു പോലും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് മോശമായ കാര്യമാണ്. അതുകൊണ്ടാണ് ശപിക്കപ്പെട്ട ഒരു വാഹനവുമായി, ഒരു ഒട്ടകവുമായി നീ നമ്മുടെ കൂടെ വരേണ്ടതില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് അദ്ദേഹത്തെ ഇറക്കി തൻ്റെ കൂടെ പോരാൻ സമ്മതിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് നബിന് കാരണം പറഞ്ഞത് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്, അതേപോലെ നിങ്ങളുടെ സമ്പത്തുക്കൾക്കും പ്രാർത്ഥിക്കരുത്. കാരണം എന്താർത്ഥം? സ്വന്തത്തിനെതിരെ അല്ലെങ്കിൽ മക്കൾക്കെതിരെ അല്ലെങ്കിൽ സമ്പത്തിനെതിരെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലോ ആ ശാപം നേരെ എത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. അങ്ങനെയാണ് ഫയസ്തജിബു ലക്കും, നിങ്ങൾക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ശാപം നടത്തിയതാണ്, അത് മൃഗത്തിനെ ആയിരിക്കാം, മനുഷ്യനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ആയിരിക്കാം, ഭർത്താവ് ഭാര്യയായിരിക്കാം, മക്കളെ ആയിരിക്കാം, മാതാപിതാക്കളെ ആയിരിക്കാം, ആരെയായിരുന്നാലും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയവുമായി ആ ശാപവും ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നതിനാലാണ് നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരു യാത്രയിൽ ഒരാൾ തൻ്റെ മൃഗത്തിനെ ശപിക്കുന്നത് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞത്, മൻ ഹാദൽ ലഈൻ, ഈ ശപിച്ചവൻ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ആരോ പറഞ്ഞു അത് ഇന്ന ആളാണ് അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ല, ഉമറുല്ലാഹിന് പറഞ്ഞു, തഖല്ലഫ് അന്നാ അൻത വബഈറക ലാ തസ്ഹബുനാ റാഹിലത്തൻ മൽഊന, ഞങ്ങളെ കൂടെ വരേണ്ടതില്ല, ഞങ്ങളെ പിന്നാലെ പോന്നോ, ഞങ്ങളുടെ കൂടെ വരേണ്ടതില്ല. കാരണം എന്താണ്? ശപിക്കപ്പെട്ട വാഹനവുമായി ഞങ്ങളെ കൂടെ നീ വരേണ്ടതില്ല എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അതിന് കാരണമായിട്ട് പറഞ്ഞത്. ആ മൃഗങ്ങളെപ്പോലും ശപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മൃഗത്തിനെ മാത്രമല്ല, അതൊരു ജീവനാണെന്ന് വിചാരിക്കാമല്ലോ, ജീവനില്ലാത്ത വസ്തുവിനെയാണെങ്കിലും കാറ്റിനെ ശപിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കാറ്റിനെ ശപിക്കുന്നത് കേട്ട ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തൻഅൻഹാ ഫൈനാ മൗമൂറ, നീ അതിനെ ശപിക്കരുത്, കാരണം അത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി സഞ്ചരിക്കുന്നവയാണെന്നാണ്. പടച്ച റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമാണ് ആ കാറ്റ് സഞ്ചരിക്കുന്നത്, ആ കാറ്റടിക്കുന്നത്, അത് അടിച്ച് വീശുന്നത്.
അപ്പോൾ അതിനെ ശപിച്ചിട്ടുണ്ടെങ്കിലോ വൈന്നഹുമല്ലാനെ ചെയ്യൻ ലൈസബി അഹിലിൻ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് അങ്ങനെ ഏതെങ്കിലും ഒരാൾ അർഹതയില്ലാത്തൊരു സാധനത്തിനെ ശപിച്ചാൽ, അർഹതയില്ലാത്ത പറഞ്ഞാൽ ശപിക്കേണ്ടതില്ലാത്ത ഒരു സാധനത്തിനെയാണ് ഒരാൾ ശപിച്ചതെങ്കിലോ റജഅത്തില്ലാനത്തു അലൈഹി, ആ ശാപം അവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. അതാണ് ഇതിൻ്റെ ഗൗരവം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഒരാവശ്യമല്ലാതെ നമ്മളിപ്പോൾ സാധനം ശപിച്ചു, മൃഗത്തിനെയാണ് അല്ലെങ്കിൽ മനുഷ്യനെയാണ്, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ കാറ്റിനെയാണ്. അതിന് ശപിച്ചാൽ പോലും ആ ശാപത്തിന് ആ കാറ്റ് അർഹതപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ ആരാണോ ശപിച്ചത് ആ ശപിച്ചവനിലേക്ക് അത് മടങ്ങി വരുമെന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റൊരാൾ കാഫർ എന്ന് വിളിച്ചാൽ ആ കുഫറിന് കാഫർ എന്ന് വിളിക്കപ്പെടാൻ അയാൾ അർഹതല്ലെങ്കിൽ ആ കാഫർ എന്ന പ്രയോഗം ആരിലേക്കാണ്? വിളിച്ചവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യു മുംബിരിൻ ഖാലിൽ അഖീഹി യാ കാഫിർ. ഏതെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനോട് കാഫിറെ എന്ന് വിളിച്ചാൽ ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ, ആ കാഫിർ എന്നൊരാൾ വിളിച്ചത് രണ്ടിൽ ഏതെങ്കിലും ഒരാളിലേക്ക് അത് മടങ്ങും. രണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇൻകാന കമാ ഖാല, ആ വിളിച്ചവൻ വിളിക്കപ്പെട്ടവൻ അതിന് അർഹനാണെങ്കിൽ, അതായത് ഒരുത്തൻ മറ്റൊരുത്തനെ വിളിച്ചു, ആ വിളിക്കപ്പെട്ടവൻ അർഹനാണെന്നുണ്ടെങ്കിലോ അത് അവനിലുണ്ടാകും. ഇനി അങ്ങനെയല്ലാണ്ടെങ്കിലോ വൈല്ല റജഅത്താലി, അത് വിളിച്ചവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. അപ്പം ഞാൻ ഒരാളെ സംബന്ധിച്ച് കാഫിറാണവൻ അല്ലെങ്കിൽ കാഫിർ എന്ന് വിളിച്ചാൽ, ഞാൻ വിളിച്ചയാൾ കാഫിർ അല്ലെങ്കിൽ അവനതിന് അർഹനല്ലെങ്കിൽ ആ കുഫർ അതിലേക്ക് മടങ്ങുക? എന്നിലേക്ക് തന്നെ. ചോദ്യങ്ങൾ ഇതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യാണ്? കാഫിറായി പ്രഖ്യാപിക്കുകയാണ് എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാൻ സല്ലം പറഞ്ഞു, മൻ ദഅ റജുലൻ ബിൽ കുഫ്രി, ആരെങ്കിലും ഒരാൾ മറ്റൊരുത്തിനെ സംബന്ധിച്ച് കുഫർ ആക്ഷേപിച്ചാൽ, കാഫിറാണെന്ന് പറഞ്ഞാൽ, ഔഖാല അദുവല്ലാ, അല്ലെങ്കിൽ അയാൾ അള്ളാഹിനെ ശത്രു എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലോ വലൈസ കദാലിക ഇല്ല ഹാറാലിഹി, അള്ളാഹിനെ ശത്രു എന്ന് വിളിക്കുമ്പോൾ അവനതിന് അർഹനല്ലെങ്കിൽ, അതായത് അള്ളാഹിനെ ശത്രു അല്ല യഥാർത്ഥത്തിൽ, എന്നിട്ടും അവനെയാണ് വിളിച്ചത്, അല്ലെങ്കിൽ കാഫിർ എന്ന് അവനെ വിളിച്ചു, അവനെന്ന് അർഹനല്ലാണ്ടെങ്കിലോ ഇല്ല ഹാറാലി, അത് വിളിച്ചവനിലേക്ക് തന്നെ മടങ്ങാതിരിക്കുകയില്ല എന്നാണ്. അപ്പം എന്താ ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ ശത്രുവല്ലാത്ത ഒരാളെ അങ്ങനെ വിളിച്ചാൽ അള്ളാഹിൻ്റെ ശത്രു ആരായിട്ട് മാറും? വിളിച്ച ആളായിട്ട് മാറും. അതാരാ പറഞ്ഞതാരാണ്? ഓതനെ പറയാണ്, ഞാൻ അള്ളാഹിൻ്റെ ശത്രുവാണെന്ന് ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് അതെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഇന്നല അയിനത്ത ഇലാമൻ വിജിഹത്തിയിലേ, ഒരാൾ മറ്റൊരുത്തിനെ ശപിച്ചാൽ ആ ശാപം ആരെയാണോ ശപിച്ചത് അവനിലേക്ക് നേരിട്ട് ചെല്ലും. ഫൈൻ അസാബത്ത് അലൈഹി സബീലൻ ഔ വജദത്ത് ഫീഹി മസ്ലക്കൻ, എന്നിട്ട് അവനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം അങ്ങനെ ചെല്ലുകയാണ്. ആ ശാപത്തിന് അവിടെ കയറി ചെല്ലാൻ അർഹതയുണ്ടെങ്കിൽ, കയറി ചെല്ലാൻ അർഹത ഉണ്ടെങ്കിൽ എന്താർത്ഥം? ഇവന് ശപിച്ചപ്പോൾ ആ ശാപത്തിന് അവൻ അർഹനാണ്. അങ്ങനെയാണെങ്കിലോ അത് അവനിലേക്ക് പ്രവേശിക്കും, കാരണം അവനതിന് അർഹതപ്പെട്ടവനാണ്. ഇല്ല അങ്ങനെയല്ലെങ്കിലോ കാലത്ത് ആ ശാപം പറയുന്നതാണ്. ആരോട് പറയുന്നത്? അള്ളാഹുവിനോട്. യാ റബ്ബ് മുജിഹ്തു ഇലാ ഫുലാൻ, പടച്ചോനെ ഞാൻ ഇന്നിലേക്ക് അയക്കപ്പെട്ടവനാണ്, അതായത് അവൻ്റെ പക്കലേക്ക് ഞാൻ പോവുകയാണ്, കാരണം എന്നെ ഇവനാണ് അയച്ചത്. ഫല മജിദ് അലിഹി സബീരൻ വല മജിദ് അലിഹി ഫീഹി മസ്ലക്കൻ, ഞാനേ അങ്ങനെ അവനിലേക്ക് പോകുമ്പോൾ അവനതിന് അർഹനല്ല, അവൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ എൻ്റെ പക്കൽ യാതൊരു മാർഗവുമില്ല എന്ന് ഈ ശാപം പറയുന്നതാണ്. ഫയുഖാലഹ, അപ്പോൾ അല്ലാഹു തആല ഇവൻ ഏൽപ്പിച്ചു വിട്ട ശാപത്തിനോട് പടച്ചറബ് പറയുന്ന വാക്കെന്താ? നിങ്ങൾ ഇർജിഇ മിൻ ഹൈതു ജിഇതീന, നീ എവിടുന്നാണോ വന്നത് അവിടേക്ക് പോയിക്കോന്നാണ്. എവിടുന്ന വന്നത്? ഈ വിളിച്ചവനാണ്. അവനെ വിളിക്കപ്പെട്ടവന് അർഹനല്ല. അർഹനല്ലാത്തതുകൊണ്ട് എന്താകും? ഈ വിളിച്ചവനിലേക്ക് തന്നെ വരുമെന്നർത്ഥം. അമ്മായിമ്മ മരുമകളെ ശപിച്ചാൽ, മരുമകൾ അമ്മായിമ്മയെ ശപിച്ചാൽ, മക്കൾ മാതാപിതാക്കളെ ശപിച്ചാൽ, മാതാപിതാക്കൾ മക്കളെ ശപിച്ചാൽ എന്താണ്? ആ ശപിക്കപ്പെട്ടവർ അർഹതരല്ലാണ്ടെങ്കിൽ ആ വിളിച്ചവരിലേക്ക്, ശപിച്ചവരിലേക്ക് അത് മടങ്ങുന്നുള്ളതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസ് പ്രകാരമാണ്, ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ, ഒരടിമ ഒരു വസ്തുവിനെ ശപിക്കുകയാണെങ്കിൽ, സ്വൈദത്തിൽ ലഅനത്തു ഇല സമാ, ആ ശാപം ആകാശലോകത്തേക്ക് കയറും. കാരണം ഇവിടെ നിൽക്കേണ്ട സാധനമല്ല, അത് നേരെ കയറുകയാണ് ആകാശത്തിലേക്ക്. തൊക്കുലഖബുവ മുസ്സമായി ദുനഹ, പക്ഷേ ശാപവുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല?
അത് ആകാശലോകത്തേക്ക് കയറി ചെല്ലാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അത് ആകാശത്തെ ലോകത്തേക്ക് കയറി ചെല്ലാതിരിക്കാൻ വേണ്ടി പടച്ചിറപ്പ് എന്ത് ചെയ്യും, അത് മറയിടുകയാണ്, അവിടെ തടുക്കപ്പെടും. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലണില്ല. പിന്നെ നോക്കോ, അപ്പോൾ നോക്കി നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോയി, പക്ഷെ എന്ത് ചെയ്യണില്ല, ആകാശത്തേക്ക് കയറി ചെല്ലാൻ സമ്മതവുമില്ല. അപ്പോൾ എന്തുണ്ടാവുക നിങ്ങൾ, തുമ്മത്ത് യമീനം വശിമാലൻ, പിന്നെ ഈ ശാപം ഇടത്തേക്ക് പോകും വലത്തേക്ക് പോകും, ഇങ്ങനെ പോയി നോക്കുകയാണ്. അതായത് എവിടെയെങ്കിലും ഒന്ന് കയറി ചെല്ലാനുള്ള അർഹതയുണ്ടോ നോക്കുകയാണ്. ഫൈദാൻ നിശ്ചിത് മസാഹൻ, എന്നാൽ അങ്ങനെ വിളിക്കപ്പെട്ട ഈ ശാപത്തിന് എവിടെയും കയറി ചെല്ലാൻ ഇടമില്ലെങ്കിൽ, വിളിക്കപ്പെട്ടയാൾ അതിന് അർഹനല്ല, അല്ലെങ്കിൽ വിളിക്കപ്പെട്ട വസ്തു അതിന് അർഹയല്ല, അങ്ങനെയാണെങ്കിലോ റജാഹു ഇലല്ലദീ ലുഇന, ഇൻകാൻ ഇങ്ങോട്ട് തന്നെ വിളിച്ചവനിലേക്ക് തന്നെ മടങ്ങും. ഇൻകാൻ അഹ്ലൻ ലിദാലിക, അവനത് അർഹനാണെങ്കിൽ, ഓ ഇല്ല റജഅത്തി ഇലാ ഖൈലിയ, അതായത് അങ്ങോട്ട് ചെല്ലും, ആരെയാണോ വിളിച്ച അവനിലേക്ക് ചെല്ലും, അത് അവൾക്ക് കയറി ചെല്ലും. ഇനി അവന് അർഹനല്ലെന്നുണ്ടെങ്കിലോ ഈ വിളിച്ചവനാരാണോ അവനിലേക്ക് തന്നെ ആ ശാപം മടങ്ങി വരുമെന്നാണ്. അതിനാൽ ശപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാകാനുള്ള കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിലുള്ള ഇപ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉജ്ജിഹത്തിൽ ലഅനത്തു, ശാപത്തിന് ഒരാൾ മറ്റൊരാളിലേക്ക് അത് പോകുകയാണെങ്കിൽ, അഥവാ ഒരാൾ മറ്റൊരുത്തനെ ശപിച്ചു, അങ്ങനെ അതെന്ത് ചെയ്യാണ്, ശപിക്കപ്പെട്ടവരിലേക്ക് പോവുകയാണ്. തഹജ്ജത്തിലാമൻ ഉജ്ജിഹത്തിലെ, ആരിലേക്കാണോ ശപിച്ചു വിട്ടത് അവനിലേക്ക് അത് ചെല്ലും. ഫൈൻ വജദത്ത് ഫീ മസ്ലക്കൻ, അങ്ങനെ അവനതിൽ അർഹനാണ് എന്ന് ഈ ശാപത്തിന് മനസ്സിലായാൽ വജദത്ത് സബീല, അവിടെ നിന്നുള്ള മാർഗം കാണുകയും ചെയ്താലോ ഹല്ലത്ത് ബിഹി, അവിടെ ആ ശാപം ഇറങ്ങും. കാരണം അവിടെ താമസിക്കാനുള്ള സ്ഥലമുണ്ട്, ഇടമുണ്ട്. വൈല്ല ജാത്തയില റബ്ബിയ, അല്ലാണ്ടെങ്കിലോ അത് റബ്ബിൻ്റെ അടുക്കിലേക്ക് മടങ്ങുന്നതാണ്, നേരെ പടച്ചവനടുക്കിലേക്കാണ് പോണത് ഈ ശാപം. കാരണം എന്താണ്, അത്രമാത്രം മോശമായ ഒരു കാര്യമാണ് ഈ ശാപം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ ശാപം റബ്ബിനോട് പറയും, എത്രയാ റബ്ബ്, ഇന്ന ഫുലാനൻ വജ്ജഹനീല ഫുലാൻ, ഇന്നയാൾ എന്നെ ഇന്നാളിലേക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷേ വൈന്യുല മജ്ദൂഫി മസ്ലക്കൻ, അയാൾ അതിനർഹനല്ല, അയാളെന്തല്ല അതിനർഹനല്ല, വിളിക്കപ്പെട്ടയാളിന് അർഹനല്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഫമാ തുമുറുനി, പടച്ചവനെ നീ എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്, എന്താണ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്, എന്താണ്? ആ സമയത്ത് അള്ളാഹ് പറയത്രേ, ഇർജിഇ മിൻ ഹൈതു ജിഇതീന, നീ എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ മടങ്ങുക. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ശപിച്ചവനിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഉസ്താദ് കുട്ടിയെ ശപിച്ചാൽ ആ കുട്ടി അതിന് അർഹനല്ലെങ്കിൽ ഉസ്താദിലേക്ക് തന്നെ മടങ്ങും. കുട്ടിയും അങ്ങനെ തന്നെ ഉസ്താദിനെ ശപിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ അത് ഒരു ഭയാനകരമായ പാപമാണ് എന്നുള്ളത് കൊണ്ടാണ് ശാപം ഒരു വലിയ കുറ്റമാകാനുള്ള കാരണം അതാണ്. എന്നാലേ ലോകാവസാനമാകുമ്പോൾ ഈ കോലമായിരിക്കില്ല എന്നാണ്. ആളുകളിൽ കൂടി വരുന്ന ഒരു മോശമായ സ്വഭാവമായിരിക്കും ശാപം. എല്ലാത്തിനും എല്ലാവരും ശപിക്കുന്നൊരു സ്വഭാവം, എല്ലാറ്റിനും ശപിക്കുക, എല്ലാവരും ശപിക്കുക, ഇങ്ങനെയാണ്. മുസല്ലം പറഞ്ഞു, ലാ തഖും മുസ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല, ഹത്താ യൽഅന ആഖിറു ഹാദിഹിൽ ഉമ്മ അവ്വലിഹ, ഈ സമുദായത്തിലെ അവസാനത്തെ ആളുകളെ ആദ്യത്തെ ആൾക്കാരെ ശപിക്കും. ആരാണ് ഈ സമുദായത്തിൻ്റെ ആദ്യത്തവരാരാ? സഹബാക്കളാണ്, താബീങ്ങളാണ്, താബീങ്ങളാണ്, അതിനുശേഷം വന്ന ആളുകളാണ്. അപ്പോൾ പിൻകാലക്കാർ മുൻകാലക്കാരെ ശപിക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥ ലോകത്ത് വരുന്നത് വരേക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അലൈഹിം ഹല്ലത്തിലായന, നിങ്ങൾ മനസ്സിലാക്കണം, അവരിലാണ് ശാപം ഇറങ്ങുക എന്നാണ്. മനസ്സിലേ? അതായത് മുൻഗാമികളെ ശപിക്കുന്നവരിൽ അള്ളാൻ്റെ ശാപം ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥ ശാപത്തിന് അർഹരാരാണ്? മുൻഗാമികളെ ശപിക്കുന്നവരാണ്. ആ ഹദീസ് കുറച്ച് നീണ്ടതാണ്. അത് ഇപ്രകാരമാണ്, ഹത്തയശ്രിബുൽ ഖംറ, എത്രമാത്രം നിങ്ങൾ കള്ള് കുടിക്കപ്പെടും. അതായത് വളരെ പ്രകടമായ രൂപത്തിൽ, പരസ്യമായ രൂപത്തിൽ കള്ളു കുടിക്കപ്പെടും, ലഹരി ഉപയോഗിക്കപ്പെടും. അലാനിയത്തൻ, പരസ്യമായിട്ട്. ഹത്താ തമുറുൽ മർഅതു ബിൽ ഖൗമി, എത്രമാത്രം നിങ്ങൾ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആളുകൾ നോക്കി നിൽക്കെ ഒരു പെണ്ണുങ്ങളെ നടന്നു പോകുമ്പോഴേ ഫയഖൂമു ഇലൈഹ ബഅദുഹും ഫയർഫു ബിദൈലിഹ കമാ യുർഫഉ ബിദനബിൻ നൈജ, ഒരാടിനെ പെണ്ണാടിനെ ആണാട് ഉപയോഗിക്കുന്ന പോലെ എന്ത് ചെയ്യും? വേണ്ടാത്തത്തിൽ ഉപയോഗിക്കുക, പരസ്യമായി. അവിടെ വേണ്ടാത്തരങ്ങളില്ല, ആരെങ്കിലും കാണുമെന്നുള്ള പേടിയില്ല, നാണില്ല, മാനങ്ങളില്ല. അങ്ങനെ ഈ മനുഷ്യനെ ചെയ്യാണ്. ഫഖാല ഖായിലുൻ, ആ സമയത്ത് ഒരാൾ ചോദിക്കും, യൗമൈദിൻ അല വാരി മിൻഹ വറാൽ ഹയത്തി, അല്ല നിങ്ങൾക്ക് ഈ മറൻ്റെ പിന്നിൽ നിന്ന് ആയിക്കൂടെ എന്ന് ചോദിക്കുന്ന. എന്നുവെച്ചാൽ ശ്രദ്ധിച്ചില്ല നിങ്ങൾ, അത് വേണ്ട എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല, പാടില്ല എന്ന് പറയാൻ ഒരൊറ്റൊന്നും ഉണ്ടാവില്ല.
പിന്നെ എന്താ പറയണോ എന്താ പറയുക, നിങ്ങൾ എന്തിനിങ്ങനെ പരസ്യമായിട്ട് കഴിയണമെന്തിനാ, നിങ്ങൾക്ക് അവിടുന്ന് ആയിക്കൂടെ എന്നുള്ള. എന്നിട്ട് അള്ളാഹു റസൂൽ പറയാണ് ഫഹുയൗമൈദിൻ മിസ്ഫീഹിം മിസ്ലു അബീ ബക്കരി ഉമറ. അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പരസ്യമായി ചെയ്യല്ലേ, ഈ മറക്ക് പിന്നിൽ നിന്നായിക്കൂടെ എന്ന് പറയുന്ന ആളാരാ അറിയോ? ആ ആളെ അവർ കണക്കാക്കുന്നത് എൻ്റെ സമൂഹത്തിലെ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും സ്ഥാനമാണ് അവർക്ക് കൊടുക്കുക എന്നാണ്. അബൂബക്കർ ഉമർ ആരാ? സഹാബാക്കളിൽ പ്രവാചകനെ കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ്. ആ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും സ്ഥാനത്താണ് ഈ ആളുകളെ അവർ കണക്കാക്കുന്നത്. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാം, അതുകൊണ്ട് ഫമനാമ റബി യൗമൈദിൻ ബിൽ മഅറൂഫി, ആ സമയത്ത് ആരെങ്കിലും ഒരാൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയാണെങ്കിൽ, വനഹാനിൽ മുൻകരി, ആ സമയത്ത് ആരെങ്കിലും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്താലോ, ഫലഹു അജുറു ഹംസീന മിമ്മൻ റആനി വ ആമന ബി വതഅനി വതഅബനി. ആ ആൾക്ക്, അതായത് അത്തരം സന്ദർഭങ്ങളിൽ ആരെങ്കിലും ഒരാൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് എന്നെ കണ്ട, എന്നിൽ വിശ്വസിച്ച, എന്നെ അനുസരിച്ച, എന്നെ പിന്തുടർന്ന 50 ആളുകളുടെ കൂലിയാണ് അവനുണ്ടാകുന്ന. ആരാണ് ആ കണ്ടവരാരാണ്? നബി അവരെ പിൻപറ്റിയവരാരാണ്? വിശ്വസിച്ചവരാരാണ്? പിന്തുടർന്നവരാരാണ്? സഹാബത്ത്. 50 സ്വഹാബത്തിൻ്റെ കൂലിയാണ് അത്തരം സന്ദർഭങ്ങളിൽ നോ എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാവുക എന്നാണ്. കാരണം എന്താണ്? ഒരാളുണ്ടാവില്ല, നന്മ കൽപ്പിക്കാൻ ഒരാൾ ഉണ്ടാവില്ല, തിന്മ വിരോധിക്കാനും ആരും തയ്യാറാവില്ല. ഉള്ളവൻ്റെ അവസ്ഥ നമ്മൾ ഈ പറഞ്ഞത്. ഓൻ പറഞ്ഞ വേണ്ടെന്നല്ല, പിന്നെന്താണ്, അവിടുന്ന് ആയിക്കൂടെ എന്ന് മാത്രമേ പറയുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ്. ആ കാലഘട്ടത്തിലാണ് ശാപം ഉണ്ടാവുക, അധികമായിട്ടുണ്ടാവുക. ബാപ്പമ്മനെ ശപിക്കുകയാണ്, ഉമ്മ ബാപ്പനെ ശപിക്കുകയാണ്, മക്കൾ അങ്ങോട്ട്, പിന്നെ മാതാപിതാക്കൾ ഇങ്ങോട്ട്, ജ്യേഷ്ഠന്മാർ അനിയന്മാർ ജ്യേഷ്ഠന്മാർ, ആങ്ങളമാർ പെങ്ങന്മാർ ആങ്ങളമാർ. അങ്ങനെ ആ ഒരു ശാപത്തിൻ്റെ എന്താ പറയുക ഒരവസ്ഥയായിരിക്കും ഒന്നുണ്ടാവുക എന്നാണ്. എല്ലാവരെയും ശപിക്കുന്നൊരവസ്ഥ. മനസ്സിലായില്ലേ? അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്രകാരമാണ്. നമ്മൾ ഒരാളെ ശപിക്കാതിരിക്കുക. അതെ, ചില ആളുകളിൽ ശാപങ്ങളുണ്ടാവും. അതായത് നിങ്ങൾ അള്ളാഹിൻ്റെ ശാപമാണ്, അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്. റബ്ബിൻ്റെ ശാപം അത് ചില്ലറ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അലി ഇബ്നു അബി ത്വാലിബ് ഉത്തുലുബു വൽ മഅറൂഫ മിൻ റഹ്മാ ഉമ്മത്തി. നിങ്ങളെ ഈ സദാചാരത്തെ നിങ്ങൾ തേടേണ്ടത്, സദാചാരം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളെ നിങ്ങൾ തേടേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് മിൻ റഹ്മാ ഉമ്മത്തി, എൻ്റെ സമൂഹത്തിലെ കരുണയുള്ളവരിൽ നിന്നാണ്, നല്ലവരിൽ നിന്നാണ് നിങ്ങൾ തേടേണ്ടത്. വ തഈശു ഫി അക്നാഫിഹിം, നിങ്ങൾ ജീവിക്കേണ്ടത് അവരുടെ ചുമലുകളിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പറയുന്നത് കേട്ടുകൊണ്ടാണ്, അവരുടെ കൂടെയാണ് നിങ്ങൾ താമസിക്കേണ്ടത്. വലാത്ത തുരുബു മിൻ ഖാസിയത്തി ഖുലൂബുഹും, കഠിന ഹൃദയന്മാരായ ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ മഹ്റൂഫിനെ ചോദിക്കരുത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ സദാചാരത്തെ തേടേണ്ടത്, ആഗ്രഹിക്കേണ്ടത് ഈ സമുദായത്തിലെ പിന്നെ ആരിൽ നിന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബിനോട് പറയാം, അലി, നിങ്ങൾ സദാചാരം ആഗ്രഹിക്കേണ്ടത്, തേടേണ്ടത് ഈ സമൂഹത്തിലെ കരുണയുള്ള ആളുകളിൽ നിന്നാണ്. അവരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ കഠിന ഹൃദയന്മാരിൽ നിങ്ങൾ തേടാൻ പാടില്ല. കാരണം എന്താണ്? ഫഇന്ന ലഅനത തൻസിലു അലൈഹിം, കാരണം അള്ളാഹിൻ്റെ ശാപം അവരിലാണ് ഉണ്ടാവുക എന്നാണ്. കഠിന ഹൃദയന്മാരിൽ പടച്ചറബിൻ്റെ ശാപം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ലോല ഹൃദയന്മാരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, കരുണ കാണിക്കുന്ന ആളുകളായിരിക്കണം. രണ്ടാമത്തെ ഹദീസ് പ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയഖിഫൻ അഹദുക്കും മൗഖിഫൻ യുഖ്തലു ഫീ റജുലുൻ ദുൽമൻ, നിങ്ങളെ ഒരാൾ അനീതിയോടുകൂടി കൊല്ലപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഒരുത്തനെ എല്ലാവരും കൂടി തച്ചൊല്ലാണ്. എന്തിനാ കൊല്ലണത്? എന്തിനാണ്? അനർഹമായിട്ടാണ്, ആവശ്യമില്ലാതെയാണ്. അങ്ങനെ അനർഹമായി പീഡിപ്പിക്കപ്പെട്ട രൂപത്തിൽ അഥവാ അനീതി കാണിച്ചുകൊണ്ട് ഒരാൾ കൊല്ലപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത്. കാരണം എന്താണ്? ഫഇന്ന ലഅനത തൻസിലു അലാ മൻ ഹദറ ഹീന ലം യദ്ഫഉ അൻഹു, കാരണം അവിടെ നിൽക്കുന്ന ആളുകൾ അതിന് തടയുന്നില്ല എന്നെങ്കിൽ അവൻ്റെ മേൽ അള്ളാഹിൻ്റെ ശാപം ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോൾ അതായി അങ്ങാടിയിൽ നിൽക്കുകയാണ്, അവിടെ കൊലപാതകം നടക്കുകയാണ്. എന്തിനാണ് കൊല്ലണ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ലാതെയാണ്, അനർഹമായിട്ടാണ്. അങ്ങനെ കൊല്ലണ സമയത്ത് അത് നോക്കി നിൽക്കല്ല വേണ്ടത്. നിൽക്കുന്ന ആൾക്കാരെന്ത് ചെയ്യണം? അത് തടയാൻ നോക്കണം. തടയാൻ നോക്കണില്ലാണ്ടെങ്കിലോ അവിടെ റബ്ബിൻ്റെ ശാപം ഉണ്ടായിരിക്കുന്ന, അതുകൊണ്ട് അവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല.
വലയഖിഫൻ അഹദും മിൻകും മൗഖിഫൻ യുദ്റബു ഫീ അഹദുൽ ദുൽമ. അതേപോലെ ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കാൻ പാടില്ല. ആ സ്ഥലം ഏതാണ്? അവിടെ ഒരുത്തനെ വേറൊരുത്തൻ തല്ലുകയാണ്, അടിക്കുകയാണ്. അത് തല്ലണം എന്തിനാണ്, അടിക്കണം എന്തിനാണ്? അനർഹമായിക്കൊണ്ടാണ്, ആവശ്യമില്ലാതെയാണ്. അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ പോയി നിൽക്കാൻ പാടില്ല. കാരണം എന്താണ്? ഫൈനല്ലാനത്ത് തൻസിലു അലാ മൻ ഹദറ. അവിടെ സന്നിഹിതരായ, അവിടെ ഹാജറുള്ള ആളുകളുടെ മേൽ അള്ളാഹിൻ്റെ ശാപം ഇറങ്ങും. ഹിനലിമത് ഫവാൻ, അവർ വിരോധിക്കുന്നില്ല എങ്കിൽ, തടയുന്നില്ല എങ്കിൽ, തടയണില്ല, കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ആരാന് തല്ലിട്ടുമ്പോൾ കാണാൻ രസമാണല്ലോ, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവരിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ പ്രവാചക സഹാബാക്കളിൽ നിന്ന് അബാദില എന്ന് പറയാൻ ആർക്കറിയങ്ങൾ? പ്രവാചകൻ്റെ 4 സഹാബാക്കൾ അഥവാ അബ്ദുള്ള എന്ന പേരുള്ള 4 സഹാബാക്കൾക്കാണ് അബാദില എന്ന് പറയാം. 1 അബ്ദുല്ലാഹിബ്നു ഉമർ, 2 അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, 3 അബ്ദുല്ലാഹിബ്നു സുബൈർ, 4 അബ്ദുല്ലാഹിബ്നു അംർ. ഈ 4 ആളുകൾക്കാണ് അൽ അബാദിലത്തു മിനസ് സ്വഹാബ എന്ന് പറയാം. അബാദില ഫുഖാക്കളിലും എന്താ പറയുക, താബികളിലുമുണ്ട്. അത് വേറെ. അപ്പോൾ സഹാബാക്കളുടെ അബാദിലകൾ ഇവരാണ്. ഈ 4 സഹാബാക്കൾ ഉദ്ധരിക്കുകയാണ്. അവർ നബിയോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ല പ്രവാചകരെ, നബിസ്വലം പറയാണ്, അവരുദ്ധരിക്കുക നബിസ്വലമയിൽ നിന്ന്, അൽഖാസു യൻതദിറുൽ മഖ്ത, കഥ പറയുന്നവൻ അവന് അള്ളാഹുവിൻ്റെ കോപത്തിനെ വിളിച്ചു വരുത്തുന്നവനാണ്, അവൻ്റെ കോപം കാത്തിരിക്കുന്നവനാണ്. എന്താ കാരണം? ഈ കഥ പറഞ്ഞ ആൾക്കാരെ അധികവും കൂട്ടി പറയേണ്ടി വരും. അതെന്താവില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പലതും എന്താവില്ല, ശരിയാവില്ല. പല കാര്യങ്ങളും അവർ ഇല്ലാത്ത പറയേണ്ടി വരും. അതുകൊണ്ട് അവൻ കാക്കുന്നത് എന്താണ്, അവന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവന് കിട്ടേണ്ടത് എന്താണ്? അത് റബ്ബിൻ്റെ കോപമാണ്. വൽ മുസ്തമയോ, എന്നാൽ മതപരമായ ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാരാണെങ്കിലോ യൻതദിറു റഹ്മ, അവർ അല്ലാഹുവിൻ്റെ റഹ്മത്താണ് കാത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ റഹ്മത്താണ് അവന് ലഭിക്കുന്നത്, ആ റഹ്മത്താണ് അവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വത്താജിറു യൻതദിറു റിസ്ഖ, എന്നാലേ ഒരു ബിസിനസ്സുകാരൻ, ഒരു കച്ചവടക്കാരൻ അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? അവന് ഭക്ഷണമാണ് ആഗ്രഹിക്കുന്നത്. വൽ മുഹ്തഖിറു യൻതദിറു അൽ-ലഅന, എന്നാൽ പൂഴ്ത്തിവെപ്പ് നടത്തുന്നവൻ, ബിസിനസ്സിൽ കച്ചവടക്കാരിൽ പൂഴ്ത്തിവെപ്പ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു പറഞ്ഞത് അത് നരകത്തിലേക്കാണെന്നാണ്, അത് ചതിയാണ്, അത് നരകത്തിലേക്കാണെന്നാണ് നീ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിലോ അതെ, അവരിലെന്താണ്? യൻതദിറുൽ ലഅന, അവൻ കാത്തിരിക്കുന്നത് ശാപത്തിനെയാണ്. എന്ന് വെച്ചാൽ എന്താർത്ഥം? അവന് അവസാനം ഉണ്ടാകുന്നത് ശാപമാണ്, അള്ളാഹിൻ്റെ ശാപമാണ്. അള്ളാഹു റസൂൽ പറയാം, വന്നായിഹത്തു വമൻ ഹൗലഹ മിൻ ഇംറഅത്തിൻ അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസ് അജ്മഈൻ. അതേപോലെ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ട മനുഷ്യൻ്റെ മേലിൽ ഉണ്ടാക്കി കരയാൻ വേണ്ടി ചില ആൾക്കാരെ വെക്കാറുണ്ട്. ഈ ഹരിജനങ്ങളെ കണ്ടില്ല നിങ്ങൾ? അവരതിനായിട്ട് കൂലിയെ കൊടുത്തിക്കുന്ന ആൾക്കാരെ കൊണ്ടല്ല. ഓരോ വിശ്വാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരഞ്ഞാൽ പിന്നെ അവൻ്റെ പേര് ഒരു കുറ്റം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ കരയുകയും ആ കരയുന്ന മനുഷ്യൻ്റെ ചുറ്റും കൂട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിലാണ് അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം ഉണ്ടാവുകയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അവിടെ നമ്മൾ നിൽക്കാൻ പാടില്ല, അത്തരം വേണ്ടാത്തരങ്ങൾ നമ്മൾ നിൽക്കാൻ പാടില്ല. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിനേക്കാളേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ നിങ്ങൾ കേട്ടോളൂ. ഫുദൈൽ ഇബ്നു ഇയാദ് പറയാം, ലാ തജ്ലിസ് മഅ സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തിൻ്റെ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്നാണ്. ആരാണ് ബിദ്അത്തിൻ്റെ ആൾക്കാർ? ആരാണ്? അനാചാരത്തിൻ്റെ ആളുകൾ, ഇസ്ലാം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഓർക്കിപ്പോൾ നമ്മക്ക് എന്താ കുഴപ്പം അല്ലേ? അത് ചെയ്യണോനല്ലേ ഒരാൾ നിൽക്കണം. എന്താ അപ്പോൾ അവിടെ ഒരു റാത്തീബ് ഉണ്ടായിനി, ഞാൻ അങ്ങനെ നോക്കിയിരുന്നു. അവിടെ മൗലിദിൻ്റെ സഹസേനി, ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല, പണ്ടൊക്കെ കണ്ടതാ. അപ്പോൾ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നതാ. മനസ്സിലായില്ലേ? അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നോക്കിക്കാൻ പാടില്ല. നമ്മളിരിക്കേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മളിരിക്കേണ്ട സ്ഥലത്താണ് നമ്മൾ ഇരിക്കേണ്ടത്, നമ്മൾ നിൽക്കേണ്ട സ്ഥലത്താണ് നമ്മൾ നിൽക്കേണ്ടത്, നമ്മൾ പറയേണ്ടത് നമ്മൾ പറയേണ്ടതുള്ളൂ, നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കേണ്ടതുള്ളൂ. എല്ലാം നമ്മൾ കേൾക്കേണ്ടവരല്ല, നമ്മളെല്ലാം കാണേണ്ടവരല്ല, എല്ലായിടത്തും പോയിക്കാണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കേണ്ടവരല്ല നമ്മൾ. മനസ്സിലായില്ലേ? അങ്ങനെ ആരെങ്കിലും ഒരാൾ ബിദ്അത്തുകാരൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിലോ ഫഇന്നി അഖാഫു യൻസില അലൈഹി ലഅന, അവൻ്റെ മേൽ ശാപം ഇറങ്ങുമെന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ്. ഇത് ഹദീസല്ല കേട്ടോ, ഇത് ഫുദൈൽ ഇബ്നു ഇയാദിൻ്റെ വാക്കാണ്. അപ്പോൾ അവിടെ ഈ ശാപം ഇറങ്ങുമെന്നാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ബിദ്അത്തിൻ്റെ ആളുകളുണ്ട്. ആ ബിദ്അത്തിൻ്റെ ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരുടെ കൂടെ നമ്മൾ സഹകരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ റബ്ബിൻ്റെ ശാപം ഉണ്ടാവും. കാരണം ഈ ബിദ്അത്തിൻ്റെ ആളുകളുടെ മേൽ റബ്ബിൻ്റെ ശാപം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ശപിക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾ ഉണ്ടാക്കരുത്. മറ്റുള്ളവർക്ക് നമ്മളെ ശപിക്കാനുള്ള ഒരു കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല.
എങ്ങനെ ഒരു 2 ഉദാഹരണം പറയാം. ഒന്ന് നബി പറഞ്ഞു, ഇത്തഖുവൽ അയ്നൈനി, ശാപത്തിന് സാധ്യതയുള്ള 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം, 2 സ്ഥലങ്ങളെ. നബിനോട് ചോദിച്ചു, വമൽ അയ്നാനി, നബി എന്താണത്, ആ സ്ഥലം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ്, ആ കാര്യം എന്താണ്? അപ്പോൾ നബി പറഞ്ഞ്, അലിയത്തഖല്ല ഫി ത്വരീഖിൻ നാസി, അതായത് ജനങ്ങളുടെ വഴിയിൽ കാഷ്ടിക്കുന്നയാൾ. കാരണം എന്താണ്, അവിടെ ഈ വിസർജ്യം കാണുമ്പോൾ അത് മറ്റുള്ള ആൾക്ക് പ്രയാസവും നടക്കുന്ന ആൾക്കാർക്ക് പ്രയാസവും. സ്വാഭാവികമായും അവനെന്ത് ചെയ്യും, ആരിപ്പം ഇവിടെ ഈ വേണ്ടാത്രയും ചെയ്തത്, ഇവിടെ ആരെ വൃത്തികേടാക്കിയത്, അവനെന്ത് ചെയ്യും, ശപിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ശപിക്കാനുള്ള കാരണം ഇവനുണ്ടാക്കി കൊടുത്തു. പിന്നെ അല്ലെങ്കിലോ ഔഫിലില്ലിയും, അല്ലെങ്കിലോ ജനങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന തണൽ, ആ തണലിൽ പോയിട്ട്, പണ്ട് കാലങ്ങളിലൊന്നും ഇതേപോലെ വാഹനങ്ങളില്ലല്ലോ, കിലോമീറ്ററുകൾ നടക്കുക ചെയ്യാം. നടന്ന അവസാനം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു മരത്തിന് ചോട്ടിലിരിക്കുമ്പോഴോ അവിടെ അപ്പിട്ടിച്ചിരിക്കണം, ശപിക്കും ആളുകൾ. അപ്പം എന്താ മനസ്സിലാക്കുക, ആ ശാപത്തിന് കാരണം എന്താണ്, ഇവൻ ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നബിയോടൊരാൾ പരാതി പറഞ്ഞു. എന്താ പരാതി അറിയുങ്ങൾ? ആദാനീ ജാരീന, പ്രവാചകരെ എൻ്റെ അയൽവാസി എന്നെ ഉപദ്രവിക്കുന്നതാണ്. അത് വല്ലാത്തൊരു ചികിത്സ ഉണ്ട് നബീൻ്റെ. നബീൻ്റെ ചികിത്സ അതിനുണ്ട്. നബിയോട് പറയാം, നബിയെ എൻ്റെ അയൽവാസി എന്നെ ഉപദ്രവിക്കുകയാണ്. അത് നബി പറഞ്ഞു, ഇത് ക്ഷമിച്ചളാം. 2ാം വട്ടം എന്ന് പറഞ്ഞു, അപ്പോഴല്ല മറ്റൊരു ദിവസം. അപ്പോഴും നബി പറഞ്ഞു ക്ഷമിച്ചളാം. 3ാമത്തോട്ടവും പറഞ്ഞപ്പോൾ നബി സല്ലം ചെയ്ത പണി എന്താ പറയുന്നത്? നബി അവരോട് പറഞ്ഞു, എമിദീല മത്തായി കഫൻ കിൽഫൂഫി സക്കാം, ഈ കാര്യം ചെയ്യും, എൻ്റെ വീട്ടിലെ സകല സാധനങ്ങൾ കൊടുക്കുക, എന്നിട്ട് വഴിക്കണ വെക്ക്, ആൾക്കാർ നടക്കണ വഴിയിൽ വെക്ക്. എന്താ ആൾക്കാർ വഴിയണ വച്ചിൽ എന്താ കുഴപ്പം? എന്തിപ്പം ഇവിടെയോ, എനിക്ക് പെരല്ലേ, എന്താ പെരി കുത്തുന്നൂടെ ചോദിക്കൂലേ? അപ്പം ഇനി പറയാം എന്ത്, ഇതാ ഫൈദമറബിക്ക് ആയുധ ഫക്കുൽ. അങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ എന്നോട് ചോദിക്കും, ഈ പറയണത് ആദാനി ജാരി, എൻ്റെ അയൽവാസി എന്നെ ഉപദ്രവിക്കുകയാണ്, എനിക്കവിടെ താമസിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് അവനെക്കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത്, ഒരു സ്വൈര്യം തന്നെ കിട്ടണില്ല, ഞാൻ പുറത്തേക്ക് വെച്ച സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഫതയഖു അലൈഹിലാന, അവന് ശാപത്തിന് അർഹനാണ്. ഔതജിബു അലൈഹിലാന, അല്ലെങ്കിലോ അവൻ്റെ മേൽ ശാപം നിർബന്ധമാകുന്ന. കാരണം എല്ലാവരും ശപിക്കൂലേ, എന്ത് പണി ചങ്ങായി ചെയ്തത്, ആ വീട്ടിലൊന്ന് ഇരിക്കാൻ പോലും സ്വൈര്യം കൊടുക്കാതെ എന്ന ആൾക്കാരെന്ത് ചെയ്യും, ശപിക്കുമെന്നാണ്. അതിനാൽ നമ്മെ ശപിക്കാനുള്ള ഒരു കാരണം കൂടി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ വന്നാലോ ആ ശാപം പിന്നെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, നമ്മളെ മേത്തേക്ക് വരാതിരിക്കും എന്ന് വിചാരിക്കണമെന്നില്ല. അത് നമ്മളിലേക്ക് തന്നെ വരും. അതാണ് നബി പറഞ്ഞത്. അങ്ങനെ ആ ശാപം ഇങ്ങനെ കറങ്ങിക്കറങ്ങി ആ വിളിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ അർഹനാണോ എന്നവനിലേക്ക് എത്തും. അല്ലാന്നുണ്ടെങ്കിലോ ശപിച്ച ആളിലേക്ക് തന്നെ അത് മടങ്ങുമെന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. മറ്റൊരു പാപമാണ് കരാർ ലംഘിക്കുക എന്നുള്ളത്. കരാറ് ലംഘിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരാറ് പാലനമാണ് വിശ്വാസിയുടെ ലക്ഷണമെന്ന് പറയുന്നത്. നമ്മൾ കരാർ ലംഘിക്കേണ്ടവരല്ല. പിന്നെ ആരാണ് നമ്മൾ? കരാറ് പാലിക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദീന, സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകളെ പാലിക്കുക എന്നാണ്. കരാർ നിങ്ങൾ പാലിക്കുക. അതാരോടുള്ള കൽപ്പനയാണ്? വിശ്വാസികളോടുള്ള കൽപ്പനയാണ്. വിശ്വാസി ചെയ്യേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായേൽ അതിൻ്റെ 22-ാമത്തെ ആയത്ത് മുതൽക്ക് 38-ാമത്തെ ആയത്ത് വരെ അള്ളാഹു തആല ചില കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയാം, ആയത്ത് ഞാൻ ഓതണില്ല. അള്ളാഹ് പറയണം കേട്ടോ, നീ അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാലോ നീ കഴിയൊഴിക്കപ്പെട്ടവരും അതേപോലെ തന്നെ അപമാനിതനുമായിരിക്കേണ്ടി വരും. നിൻ്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുകയാണ് എന്ത്? നിങ്ങൾ അവരെ മാത്രം ആരാധിക്കണമെന്ന്, അതേപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. ആ മാതാപിതാക്കളിൽ നിന്ന് നിൻ്റെ പക്കൽ വെച്ച് ഏതെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ 2 ആൾക്കുമോ പ്രായമായി കഴിഞ്ഞാൽ നീ അവരോട് ചേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. നീ അവരെ വെറുപ്പിക്കരുത്. അവർ 2 പേരോട് നീ മാന്യമായ വാക്ക് മാത്രം പറയണം. ആധുനിക കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഈ റബ്ബിൻ്റെ ഈ വസീയത്തുകൾക്ക് എത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ. കാരണം ബാപ്പനെ വേണ്ട, അമ്മനെ വേണ്ട, ഇമ്മയും ബാപ്പയും പറഞ്ഞാൽ കേൾക്കൂല, അനുസരിക്കൂല, ബാപ്പനുസരിക്കാത്തൊരു കാലഘട്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ ഈ വാക്കിൻ്റെ പ്രസക്തി അതിങ്ങനെ ഏറി വരികയാണ്. ചേ എന്ന വാക്ക് അവരെ നിങ്ങൾ വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ അള്ളാഹു തആല ആയത്ത് അവസാനിപ്പിച്ച എങ്ങനെ അറിയങ്ങളും, അതെ കാരുണ്യത്തിൽ നിന്നുള്ള എളിമയുടെ ചിറകിനെ നീ നിൻ്റെ മാതാപിതാക്കൾക്ക് താക്കി കൊടുക്കണം എന്നാണ്. എന്താ കാരുണ്യത്തിൻ്റെ എളിമയുടെ ചിറക് കാരണം എന്താ അർത്ഥം?
ഒരു തള്ളപ്പക്ഷിയെ അതിൻ്റെ കുഞ്ഞുങ്ങളെ വാരാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ശത്രുക്കൾ വരുമ്പോൾ അതതിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഉള്ളിലൊതുക്കുകയാണ്. എന്താ കാരണം? എന്നെ കൊണ്ടുപോയാലും വേണ്ടി എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. അത് ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ ഉള്ള കാരുണ്യത്തിൻ്റെ എളിമയുടെ ചിറകിനെ നീ ആ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? താഴ്ത്തി കൊടുക്കണം. തീർന്നില്ല, നീ അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കണം: അല്ലാഹുവേ, അവർ രണ്ടുപേരും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ എനിക്കിനി പകരമായി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യണം? നീ അവരോട് കരുണ കാണിക്കണേ റബ്ബേ എന്നാണ്. കാരണം ഇങ്ങോട്ട് അവർ പോറ്റി വളർത്തിയതിന് ഇനി പ്രത്യുപകാരം ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ പിന്നെന്താ ഉള്ളത്? എൻ്റെ അടുത്തൊരു ആയുധമുണ്ട്, അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലുള്ള എന്താണ് പ്രധാനപ്പെട്ട എന്താണ്? അതേ, നീ റബ്ബേ അവരോട് ഒരു സിമ്പതി കാണിക്കണേ, അല്ലെങ്കിൽ അവരോട് നീ കരുണ കാണിക്കണേ എന്നാണ്. നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നവനാണ്. നിങ്ങൾ നല്ലവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളങ്ങറ്റ് പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, നിങ്ങൾ കുടുംബ ബന്ധമുള്ളവർക്ക് അവൻ്റെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണം. അവർക്ക് മാത്രമല്ല, അഗതികൾക്ക്, വബിന സബീലി, വഴിയാത്രക്കാരന് നിങ്ങൾ ധനം ദുർവ്യയം ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ധനം ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാച്ചിൻ്റെ മിത്രങ്ങളാണ്. പിശാച്ചാണെങ്കിലും തൻ്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനുമാണ്. അതെ, നിൻ്റെ രക്ഷിതാവിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹം തേടിക്കൊണ്ട് നിനക്കവരിൽ നിന്ന് തിരിഞ്ഞു കളയേണ്ടി വരുന്ന പക്ഷം നീ അവരോട് സൗമ്യമായ വാക്ക് മാത്രം എന്ത് ചെയ്യണം? നീ അവരോട് പറയേണ്ടതാണ്. ഒരിക്കലും നീ എൻ്റെ കൈകൾ നീ നിൻ്റെ പെരടിയിലേക്ക് ചുരുട്ടപ്പെട്ടതാക്കരുത്. അതെന്താ? പിശുക്ക് കാണിക്കരുതെന്നർത്ഥം. എന്നാൽ അത് എന്ത് ചെയ്യാൻ പാടില്ല? നേരെ മുഴുവനായി നീട്ടിപ്പിടിക്കാനും പാടില്ല. എന്നുവെച്ചാൽ ധനം ദുർവ്യയം ചെയ്യാൻ പാടില്ല. അതായത് പിശുക്ക് കാണിക്കാനും പാടില്ല, അങ്ങേറ്റം ദുർവ്യയം ചെയ്യാനും പാടില്ല. പിന്നെന്ത് ചെയ്യേണ്ടത്? അതിനിടയിലുള്ളൊരു മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ. എന്നിട്ട് അല്ലാഹു തആല പറയാം, അങ്ങനെ വന്നാലോ നീ എന്ത് ചെയ്യേണ്ടി വരും? നിന്ദിതനും അതേപോലെ കഷ്ടപ്പെട്ടവനുമായി ഇരിക്കേണ്ടി വരുമെന്നാണ്. നിൻ്റെ റബ്ബ് ചില ആളുകൾക്ക് ഉപജീവനം വിശാലമായി കൊടുക്കുന്നവനാണ്. എന്നാൽ മറ്റു ചില ആളുകൾക്കാണെങ്കിലോ കണക്കാക്കി കൊടുക്കുന്നവനാണ്. എന്താ കാരണം? എന്താണ്? നിൻ്റെ റബ്ബ് അവൻ്റെ അടിമകളെ സംബന്ധിച്ച് കൃത്യമായി വിവരമുള്ളവനും കൃത്യമായി കണ്ടറിയുന്നവനുമാണ്. നിങ്ങൾ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് നിങ്ങളെ മക്കളെ കൊല്ലരുത്. കാരണം എന്താണ്? നാം ആണ് അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത്. അതിനാൽ മക്കളെ കൊല്ലുക എന്നുള്ളത് ഒരു വലിയ പാപമാണ്. നിങ്ങൾ വ്യഭിചാരത്തിനെ സമീപിക്കരുത്, അവിടേക്ക് എത്തരുത്. ചെയ്യരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, അവിടേക്ക് നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത്. കാരണം എന്താണ്? അതൊരു നീചവൃത്തിയാണ്, ദുർമാർഗവുമാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വധിക്കൽ നിഷിദ്ധമാക്കിയ ശരീരങ്ങളെ ഒരു കാരണവുമില്ലാതെ, ഒരു ന്യായവുമില്ലാതെ നിങ്ങൾ വധിക്കരുത്. അങ്ങനെ ഏതെങ്കിലും ഒരാളെ അനർഹമായി അഥവാ പീഡിപ്പിക്കപ്പെട്ടവനായി അനീതിയായിക്കൊണ്ട് ഒരാൾ വധിക്കപ്പെടുകയാണെങ്കിലോ അവൻ്റെ രക്ഷാധികാരികൾക്ക്, അവൻ്റെ ബന്ധുക്കൾക്ക് നാം അതിനുള്ള ഒരു പ്രായശ്ചിത്തം വാങ്ങിക്കാനുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അനുവാദം നാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോഴോ തിരിച്ചടിക്കുമ്പോഴോ അവനൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അതിര് കവിയരുത്. കാരണം അവനും സഹായിക്കപ്പെടുന്നവനാണ്. എന്നിട്ട് അല്ലാഹ് പറയാൻ കേട്ടോ, ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞത്. വലാ തഖ്റബൂ മാൽ യതീമി, യതീമിൻ്റെ സമ്പത്തുമായി നിങ്ങൾ സമീപിക്കരുത്. നോക്കുങ്ങൾ, യതീമിനെ ദ്വന നിങ്ങൾ തിന്നരുതെന്നല്ല, ഇതുപോലെ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാണ്. അതേപോലെ അല്ലാഹ് പറയാം, നിങ്ങൾ യതീമിൻ്റെ സമ്പത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഇല്ലാ ബില്ലത്തി ഹസൻ, നല്ല രൂപത്തിലല്ലാതെ. ഹത്തയബ്ലു അശുദ്ധ, അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ. എന്നിട്ട് അല്ലാഹ് പറയാം, വൗഫൂ ബിൽ അഹദ്, നിങ്ങൾ കരാറുകൾ പാലിക്കുക. ഇന്നൽ അഹദ കാന മസ്ഊല, കാരണം എന്താണ്? കരാറ് ചോദ്യം ചെയ്യപ്പെടുന്ന എന്നാണ്. കരാറിന് വിലയുണ്ടായിരിക്കണം. കരാറ് പറഞ്ഞാൽ എത്ര ചെറുതും കരാറാണ്, എത്ര വലുതാണെങ്കിലും. ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള കരാറ് വലിയ കരാറ്, അതേ കരാറുള്ളൂ അല്ല. അതല്ല, ഒരാൾ ബാപ്പ മകനോട് നൽകുന്ന കരാറ്, ഞാൻ പുറത്തു പോയി വരുമ്പോൾ മിഠായി കൊണ്ടുവരണ്ടിട്ടോ എന്നുള്ളൊരു കരാറാണ്. അതൊരു കരാറാണ്, മനസ്സിലായില്ലേ? അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ പോലും അങ്ങനെ എന്താ കാരണം? ഇന്നൽ അഹ്ദ കാന മസ്ഊല, അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്താ? അല്ലാഹു തആല അതിനെ, ആ കരാർ നീ പാലിച്ചോ ഇല്ലയോ, കരാർ ലംഘിച്ചോ എന്ന് അല്ലാഹു തആല അവനോട് ചോദ്യം ചെയ്യിക്കും. ആയത്തിൻ്റെ അർത്ഥം കൂടി പറയാം. നിങ്ങൾ അളക്കുകയും തൂക്കുകയും ചെയ്യുകയാണെങ്കിൽ നേരെ നിൽക്കുന്ന തുലാസ് കൊണ്ട് മാത്രം നിങ്ങൾ തൂക്കണം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും അറിവില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോകരുത്. കാരണം എന്താണ്? നിങ്ങളുടെ കേൾവിയും കാഴ്ചയും
മനസ്സും ഹൃദയവുമെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നീ ഒരിക്കലും ഭൂമിയിലൂടെ അഹങ്കാരിയായി നടക്കരുത്. കാരണം അഹങ്കാരം കൊണ്ട് നിനക്ക് ഭൂമിയെ പിളർത്താനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ വലുതായി വലുതായി ഇങ്ങനെ പുളിയായി ഒരു പർവ്വതത്തിൻ്റെ അത്ര പോലെ എത്താൻ നിനക്ക് കഴിയില്ല. ഈ പറഞ്ഞ വസ്തുക്കളിൽ നിന്ന് മോശമായതെല്ലാം നിൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ കരാറുകൾ പാലിക്കുക. കാരണം കരാർ പാലനം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്നവയാണ് എന്നാണ്. കരാറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറാണ്. പടച്ച റബ്ബുമായി ചെയ്ത കരാറാണ്. എന്താ റബ്ബുമായുള്ള കരാർ എന്താണ്? അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയോടും നീതി കൊണ്ടും അതേപോലെ നന്മ കൊണ്ടുമാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്. വഈതാഇ ദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് നൽകാനും, വയൻഹാ അനിൽ ഫഹ്ശാഇ, നീചവൃത്തിയാണ് അവൻ നിങ്ങളോട് വിരോധിക്കുന്നത്, വൽ മുൻകരി ദുരാചാരവും, വൽ ബഗിയ അതേപോലെ അതിക്രമവും, യഅ്ലുക്കും ലഅല്ലക്കും തദക്കുറൂൻ, ഇത് റബ്ബ് നിങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങൾ ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. വൗഫു ബിഅഹദില്ലാ, അള്ളാഹിൻ്റെ കരാർ നിങ്ങൾ പാലിക്കണം. ഇദാഅത്ത് നിങ്ങൾ കരാർ ചെയ്താൽ, വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ, ഒരു കാര്യം നിങ്ങൾ കരാർ ചെയ്തതിന് ശേഷം പിന്നെന്ത് ചെയ്യാൻ പാടില്ല? ഉറപ്പിച്ചതിന് ശേഷം ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല കൃത്യമായി അറിയുന്നവനാണ്. അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കിക്കൊണ്ടേ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അതെ, വസിയത്ത് എന്ന് പറഞ്ഞാൽ ഇത് അപ്പോൾ അള്ളാഹുമായി ചെയ്ത കരാറ്, ആ കരാറ് പാലിക്കാൻ ഒരു വിശ്വാസി ഏറ്റവും ബാധ്യതപ്പെട്ടതാണ്. അതേപോലെ വിശുദ്ധ ഖുർആനിലെ പ്രവാചകൻ്റെ കരാറ് വസിയത്ത് എന്ന പേരിൽ ചില ആയത്തുകളുണ്ട്. വസിയത്ത് റസൂൽ എന്നാണ് പറയാം. അതായത് സൂറത്ത് അൻആമിലെ 151, 152, 153 ഈ 3 ആയത്തുകളിൽ 10 കാര്യങ്ങളാണ് റബ്ബ് പറയണത്. ഈ 10 കാര്യങ്ങളിൽ എന്തുണ്ട്? കരാറുകൾ പാലിക്കണമെന്നുണ്ട്. ശിർക്ക് ചെയ്യരുത്. 2, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. 3, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ കൊല്ലരുത്. മനസ്സിലായില്ലേ? 4, നീചവൃത്തികളിൽ നിന്ന് പ്രകടമായതിലേക്കും പ്രത്യക്ഷമായതിലേക്കും നിങ്ങൾ പോകരുത്, പരോക്ഷമായതിലേക്ക് നിങ്ങൾ പോകരുത്. 5, അല്ലാഹു സുബ്ഹാനഹു വ തആല വധിക്കൽ നിഷിദ്ധമാക്കിയ ശരീരങ്ങളെ നിങ്ങൾ ന്യായമില്ലാതെ വധിക്കരുത്. 6, യതീമിൻ്റെ സമ്പത്തോട് നിങ്ങൾ അടുക്കരുത്. തിന്നരുത് എന്നല്ല, അടുക്കരുത്. ഏതുവരേക്കും അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ. 7, നിങ്ങൾ അളവിലും തൂക്കത്തിലും എന്ത് ചെയ്യണം? നീതിയോട് കൂടിയാകണം. അത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്, സാധിക്കാത്തതല്ല. സാധിക്കാത്ത റബ്ബ് നിങ്ങൾ കൽപ്പിക്കില്ല. 8, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി മാത്രമേ സംസാരിക്കാവൂ, അത് നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങൾ അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിലും. 9, റബ്ബുമായി ചെയ്ത കരാർ നിങ്ങൾ പാലിക്കണം എന്നാണ്. റബ്ബിനോട് നിങ്ങൾ ചെയ്ത കരാറ്, ആ കരാർ എന്തൊക്കെയാണ്? നമ്മൾ ചെയ്ത കരാറില്ലേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുക. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നമ്മൾ റബ്ബിനോട് ചെയ്ത കരാറാണ്. വജ്ജത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ, റബ്ബിനോട് നമ്മൾ ചെയ്ത കരാറാണ്. എൻ്റെ മുഖത്തെ ഞാൻ തിരിക്കുകയാണ് നിന്നിലേക്ക്. മനസ്സിലായില്ലേ? അത് റബ്ബിനോട് നമ്മൾ വാങ്ങിച്ച കരാറാണ്. അപ്പോൾ ആ കരാറ് പാലിക്കാനാണ് നമ്മൾ ഏറ്റവും അവകാശപ്പെട്ടത്. അത്തരം കരാറുകൾ, റബ്ബുമായി ചെയ്ത കരാറുകൾ പാലിക്കാനാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 റബ്ബിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ മാർഗം ഒരേ ഒരു മാർഗം മാത്രമാണ്. ആ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക. അതല്ലാത്ത മാർഗങ്ങൾ, അസത്യത്തിൻ്റെ മാർഗങ്ങളാണെങ്കിലോ ധാരാളം ഉണ്ടാകും. അതിൻ്റെ ആളുകളായി നിങ്ങൾ മാറരുതെന്നാണ് 10 അതാണ്. അപ്പോൾ 9 നമ്മൾ പറഞ്ഞു, കരാറ് പാലിക്കണമെന്നാണ് 9 കരാർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ റബ്ബിനോട് ചെയ്തൊരു കരാറുണ്ട്. അതെന്താ നിങ്ങൾ, നമ്മളൊക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകത്തായിരുന്നപ്പോൾ എങ്ങനെ സാർ ഏറ്റവും നല്ല രൂപത്തിലല്ല നേരത്തെ പറഞ്ഞതാണ്. ഏറ്റവും നല്ല രൂപത്തിലല്ല യതീമിൻ്റെ സമ്പത്തുമായി എടുക്കാൻ പാടില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളൊക്കെ നമ്മുടെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകത്ത് ഇരുന്ന സന്ദർഭത്തിൽ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. അതായത് നമ്മുടെ വാപ്പയുടെ മുതുകിൽ നമ്മളെയും നമ്മിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന സകലമാന മനുഷ്യന്മാരെയും പുറത്തു കൊണ്ടുവന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യം, വശ്ഹദു അലാ അൻഫുസിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ അവരെ തന്നെ റബ്ബ് സാക്ഷിയാക്കി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് ചോദിച്ചൊരു ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ?
എന്നുവെച്ചെന്തർത്ഥം നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണ്? എന്നെയല്ലേ എന്ന്. എന്തേവർ പറഞ്ഞത്? ഖാലൂ ബലാ ഷഹീദന, നമ്മൾ പറഞ്ഞു അതേ റബ്ബേ അങ്ങനെ തന്നെയാണ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയുങ്ങൾ? എന്തിനാണ്? നാളെ പരലോകത്തെ നമ്മൾ റബ്ബിനെതിരെ തെളിവുന്നയിക്കാതിരിക്കാൻ വേണ്ടിക്കാണ്ടാണ്. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലിൻ. അതായത് ഖിയാമത്ത് നാൾ നിങ്ങൾ പറയുമെന്നതിനാലാണ്. എന്ത്? പടച്ചോനെ, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധവാന്മാരായിരുന്നു, ഞങ്ങൾക്കിതൊന്നും അറിയുമായിരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കുമോ എന്നുള്ളത് കൊണ്ടാണ്. തീർന്നില്ല. ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പറയുമെന്നതിനാലാണ്. എന്ത്? ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ, ഞങ്ങളെ ബാപ്പാർ മുമ്പുണ്ടായ ഞങ്ങളെ ബാപ്പാർ ശിർക്ക് ചെയ്തതാണ്. വകുന്നാ ദുരിയത്തും മിൻ ബഅദിഹിം, ഞങ്ങളാണെങ്കിലോ അവരെ മക്കളല്ലേ ഞങ്ങൾ. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ കാരം. അതുകൊണ്ട് ഞങ്ങളുടെല്ല കുഴപ്പം, പിന്നെന്താ ബാപ്പാരുടെ കുഴപ്പം? ആ ബാപ്പാൻ്റെ മുതുകുന്നെടുത്തു, നിങ്ങളെ മുതുകുന്നെടുത്തു, അവസാനം വരെ വരാനുള്ളവർ മുഴുവൻ എടുത്തു. കാരണം എന്ത്? ആർക്കും ആർക്കെതിരെയും തെളിവുന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവർ ചോദിക്കുമെന്നാണ് അവതൂലിക്കുനബിയമ്മ ഫയൽ മുബ്തിനൂൻ, അല്ല ഞങ്ങളിലെ അസത്യത്തിൻ്റെ ആളുകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് റബ്ബെ ഞങ്ങൾ ശിക്ഷിക്കുകയാണോ, ഞങ്ങൾ നശിപ്പിക്കുകയാണെന്നവർ ചോദിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ റബ്ബിനോട് ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠമായ കരാർ എന്ന് പറഞ്ഞാൽ അവനെ മാത്രം ആരാധിക്കുമെന്നുള്ളതാണ്, അവനോട് മാത്രം സഹായം തോന്നുന്നുള്ളതാണ്. അത് തൗഹീദിൻ്റെ ആളുകൾക്ക് നമ്മൾ മാറുമെന്നുള്ളതിനാണ്. ഇനി കരാർ ലംഘനം എന്ന് പറഞ്ഞാലോ അത് കുറ്റമായതുകൊണ്ടാണ് ഒരാളെ ഒരു ശപഥം ചെയ്താൽ, സത്യം ചെയ്താൽ ആ സത്യത്തിൽ നിന്ന് അയാൾ മാറി നിൽക്കുകയാണെങ്കിൽ എന്ത് വേണമെന്നാണ്? ശപഥലംഘനം നടത്തുകയാണെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം എന്നാണ്. എന്താ പ്രായശ്ചിത്തം? എന്താണ്? ഖുർആൻ പറഞ്ഞു, ഒന്നുകിൽ 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വലിയ ടോപ്പ് വേണ്ട, പറ്റ താഴെ വരും പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു അടിമനെ മോചിപ്പിക്കുക. അടിമനെ മോചിപ്പിക്കാൻ കിട്ടിയില്ലെങ്കിലോ 3 ദിവസം നോമ്പ് നിൽക്കുക എന്നാണ്. ദാലിക കഫാറത്തു ഈമാനിക്കും ഇദാ ഹലഫ്തും, അതാണ് നിങ്ങൾ കരാർ ചെയ്താൽ ആ കരാർ നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ, കരാർ നിങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അതിന് കൊടുക്കേണ്ട പ്രായശ്ചിത്തം അതാണെന്നാണ്. ആലോചിക്കുക, നിങ്ങൾ കരാർ ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തമുണ്ടെന്നർത്ഥം. മുനാഫിക്കിൻ്റെ അടയാളമായിക്കൂടെ മുത്തുനബി പറഞ്ഞത് എന്താണ്? അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 കാര്യങ്ങൾ ആരിലുണ്ട് അവൻ തനി മുനാഫിഖാണ്. തനി മുനാഫിഖാണ്. താടി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, മഫ്തരിച്ചുകൊണ്ട് കാര്യമില്ല, പർദ്ദട്ടവളായതുകൊണ്ട് കാര്യമില്ല, ആ നാട്ടിലെ കമ്മിറ്റിക്കാരന് ആരേക്കും കാര്യമില്ല. 4 സ്വഭാവങ്ങളുണ്ട് അവൻ തനി മുനാഫിഖാണ്. ആരൊക്കെയാണ്? ഇദഹദ്ദസ കദബ, സംസാരിച്ചാൽ നുണയെ പറയൂ. രണ്ടാമത്തെ എന്താണ്? വൈദൂത്തു മിനഖാന, വിശ്വസിച്ചാൽ ചതിക്കും. വൈദാഹദ ഗദറ, കരാർ ചെയ്താൽ ലംഘിക്കും. കരാർ ചെയ്താൽ ലംഘിക്കും. അത് ആരുടെ സ്വഭാവമാണ്? അത് മതസംഘടനയുടെ സ്വഭാവമല്ല, മറിച്ച് മതവിരുദ്ധരുടെ സ്വഭാവമാണ്. അത് മുനാഫിക്കിൻ്റെതാ, മൂമിനിൻ്റെതല്ല. അത് മുനാഫിക്കിൻ്റെതാണ്. അത് വിശ്വാസിയുടേതല്ല, കപടവിശ്വാസിയുടേതാണ്. ആരായിരുന്നാലും ഏത് കൊലം കിട്ടിയിട്ടുണ്ടെങ്കിലും. നാലാമത്തെ എന്താണ്? വദഖാസമഫജറ, തമ്മിൽ തെറ്റിയാൽ തോന്നിവാസം പറയും. ശരി, ഞാൻ നിങ്ങളും തമ്മിലിപ്പോൾ എൻ്റെ രോഗ്യത്തിലാണ്, പക്ഷെ തെറ്റിക്കഴിഞ്ഞാലോ നിങ്ങളുടെ രഹസ്യങ്ങൾ ഞാൻ വിളിച്ചു പറയാം, എൻ്റെ നിങ്ങളും വിളിച്ചു പറയാം. അങ്ങനത്തെ മോശമായ പണി ആരുടെ സ്വഭാവമാണ്? മുനാഫിക്കിൻ്റെ അടയാളമാണെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതെ, പരിശുദ്ധ ഇസ്ലാം കരാർ പാലനത്തിന് നൽകുന്ന സ്ഥാനം മനസ്സിലാക്കാൻ ഞാൻ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഹുദൈബിയ കരാർ അതാണത്. എന്താ ഹുദൈബിയ കരാർ? എന്താണ്? ഹിജറ 6-ാം വർഷത്തിലെ ദുൽഖഅദ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 1400 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 1800 സഹാബാക്കളും കൂടി ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ 2 ഭാഗമാക്കി. ഒരു വിഭാഗത്തിന് നേതൃത്വം ഖാലിദ് വലീദിനെ ഏൽപ്പിച്ചു, മറ്റേതിൻ്റെ നേതൃത്വം നബിയും ഏറ്റെടുത്തു. അങ്ങനെ അവർ പോകുകയാണ്. അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിവരം ഖുറൈശികൾ അറിഞ്ഞു. ഖുറൈശികൾ വിവരം അറിഞ്ഞപ്പോൾ മുസ്ലിമുകളെ തടയാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ആ വിവരം, അതായത് നബിയെയും സഹാബാക്കളെയും മക്കയിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വിവരം ഖുറൈശികൾ ഒരാളത്തെ പറഞ്ഞയച്ചത് മുഹമ്മദ് നബിയോട് പറയാൻ വേണ്ടിയിട്ടാണ്. ആളെ പേര് ബുദൈൽ ഇബ്നു വർഖ അൽ ഖസാഇ എന്നാണ്. ആൾ ചെന്ന് നബിയോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ നബി സല്ലം പറഞ്ഞു, ഇന്നാലൻ നജി അലി ഖിത്താലി അഹദിൻ വലാക്കിന്ന ജഇന മുഅ്തമിരീന, ഞങ്ങളെ ആരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾ വന്നതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉംറകർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ യുദ്ധം അവരെ തളർത്തിയിട്ടുണ്ട്, അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ വിസമ്മതിക്കുകയാണുണ്ടെങ്കിലോ എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ അവനാണ് സത്യം, ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി പിന്നെ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും
എത്രമാത്രം കഴുത്ത് വേർപ്പെട്ടാലും ശരി അള്ളാഹിൻ്റെ കൽപ്പന നടപ്പാക്കുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യും, അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദൈൽ ഇബ്നു വർഖായിൽ ഖുസായിയോട് പറയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അവരോട് പറയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ബുദൈൽ മടങ്ങി. ബുദൈൽ ചെന്നിട്ടേ നേരെ ഖുറൈശികളോട് പറഞ്ഞു, പിന്നെ ഈ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവിക രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ. അവരിൽപ്പെട്ട അവിവേകികളായ ആൾക്കാർ പറഞ്ഞു, മുണ്ടെന്നെ വേണ്ട, കേൾക്കന്നെ വേണ്ട, ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം. ആരോട്? മുഹമ്മദ് നബിയോടും സഹാബത്തിനോടും. അവരെ തകർക്കണം. കാരണം ഇനി മുഹമ്മദിൻ്റെ ആൾക്കാർ നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വരാൻ പാടില്ല, നമുക്കവരെ തകർക്കണം എന്നാണ്. അപ്പോൾ അവരിൽപ്പെട്ടൊരു കാര്യബോധമുള്ള ആൾക്കാർ പറഞ്ഞു, ഹാത്തിമ സമയത്ത് യഖൂൽ, അല്ല മുഹമ്മദ് പറഞ്ഞ ചില കാര്യങ്ങളില്ലേ, അതെന്താന്നുള്ളതൊന്ന് പറയും, നമുക്കൊന്ന് കേട്ടോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബുദൈൽ പറഞ്ഞു, സമീത്തു യഖൂൽ കഥ വക്കഥ, ഞാൻ ഇന്ന കാര്യമൊക്കെയാണ് കേട്ടത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് മുഹമ്മദ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞു, ആളുകളെ, ഞാൻ നിങ്ങൾക്കൊരു ബാപ്പൻ്റെ സ്ഥാനത്തല്ലേ? നിങ്ങൾ ഞങ്ങളെ ബാപ്പൻ്റെ സ്ഥാനത്താണ്. ഞാൻ നിങ്ങൾക്കൊരു മകൻ്റെ സ്ഥാനത്തുമല്ലേ? നിങ്ങൾ ഞങ്ങളെ മകൻ്റെ സ്ഥാനത്തുമാണ്. അദ്ദേഹം പിന്നത്തിനോട് ആൾക്കാരും മറുപടി പറയാം. അദ്ദേഹം ചോദിച്ചു, ഫൽ തത്തഹിമോനി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഞാനെന്തെങ്കിലും കളവ് പറയുമെന്നോ ചതിക്കുമെന്നോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങളെന്തിന് നിന്നെ തെറ്റിദ്ധരിക്കണം. എന്നാലേ മുഹമ്മദ് നിങ്ങളോട് വെച്ചിരിക്കുന്ന ഒരു ഐഡിയ, ഒരു നല്ല പ്ലാനാണ്. ഹുത്തത്ത് റുഷ്ദ് പറഞ്ഞാൽ അതേ ഒരു നല്ല പ്ലാനാണ്, ഒരു തൻ്റെ ഇടമുള്ളവൻ്റെ പ്ലാനാണ്. ഖിബിലുഹ, നിങ്ങൾ സ്വീകരിച്ചളേ. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനൊന്ന് പോട്ടെ മുഹമ്മദിൻ്റെ അടുക്കലേക്ക്, ഞാൻ സംസാരിച്ചോക്കട്ടെ. അപ്പോൾ കുറേശ്ശികൾ പറഞ്ഞു, ശരി എന്നു പോയി നോക്കുക. നബിക്കരിയിൽ ചെന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നബി ബുദൈൽ ബിൻ വർഖാനോട് പറഞ്ഞ അതേ രൂപത്തിലാണ് നബി അദ്ദേഹത്തോടും പറഞ്ഞത്. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് നബിയോട് പറഞ്ഞേ, മുഹമ്മദേ, അല്ല ഇജ് എൻ്റെ ആളുകളെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്? ഇജ് കേട്ടിട്ടുണ്ടോ അറബികൾ ആരോടും തോറ്റ ചരിത്രം? അറബികൾ തോൽവി എന്നുള്ളത് അറിയില്ല, അത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അറബികൾ ഇങ്ങനെ വേരോടെ നശിപ്പിക്കപ്പെട്ട കാര്യം കേട്ടിട്ടുണ്ടോ? ഇനി അതല്ല, നിൻ്റെ ആൾക്കാരുടെ കൂടെയുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം, അവരെ മുഖം കണ്ടാൽ അറിയാം, വിശന്ന് വലഞ്ഞവരാണ്. അവർ യുദ്ധം തുടങ്ങിയാൽ നിന്നെ വിട്ട് ഓടിപ്പോകുന്നവരാണ്. അത് നിൻ്റെ കൂടെ ഉണ്ടാവില്ല, അത് തഴുക്കുന്നു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു തആല ഒരു ചീത്ത വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, അനഹ്നു നഫിറു അൻഹു വ നദഉ, എന്തെങ്കിലും പറയണത്, ഞങ്ങൾ ഈ മുഹമ്മദ് നബി ഒഴിവാക്കിക്കൊണ്ട് വിട്ടുപോകുമെന്നോ? ആ നബി ഞങ്ങൾ ഒഴിവാക്കുമെന്നാണോ നീ പറയണത്? ഞങ്ങൾ ഓടി രക്ഷപ്പെടുമെന്നാണോ നീ ഞങ്ങളെപ്പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയുണ്ടായി. അവിടെ മുഈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല വാളേറ്റ് നിൽക്കുകയാണ്. അതായത് നബി പറഞ്ഞാൽ ഈ വന്ന ഉർവത്ത് ബിൻ മസ്ഊദിനെ വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് ഇങ്ങനെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ നബിൻ്റെ താടിമക്ക് ഇങ്ങനെ എത്തുകയാണ്. അപ്പോൾ മുഈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല ആ വാളിൻ്റെ പിടികൊണ്ടേ ഉർവത്ത് ബിൻ മസ്ഊദിൻ്റെ കയ്യുമനെ തൊട്ടും. എന്നിട്ട് പറയും, റസൂലുള്ളാഹിന്റെ താടി നിന്ന് എൻ്റെ കൈ വലിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉർവ പറഞ്ഞു, ആരപ്പത്? എന്നെ തടുക്കാൻ മാത്രം ധൈര്യമുള്ളവനാരാണ്? അപ്പം ആരോ പറഞ്ഞു, മുഈറത്ത് ബിൻ ശുഅബയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ ചതിയനല്ലേ, ആ ചതിയനായ മുഈറയാണല്ലേ. അതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഈറ റളിയല്ലാഹു തആല അൻഹു ജാഹിലിയത്തിലെ ഒരു സംഘം ആൾക്കാരുടെ കൂടെ കൂടുകയും അവരെ എന്തോ ഒരു കാരണത്താൽ കൊല്ലുകയും എന്നിട്ട് അവരുടെ സമ്പത്ത് എടുക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് ആ മൂപ്പര് മുസ്ലിമായത്. നോക്കി നിങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു എന്താ പറഞ്ഞത്? നിങ്ങൾ നബിൻ്റെ ഒരു വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം മുസ്ലിം അല്ലേ, അല്ലെ ഇപ്പം എൻ്റെ ആളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണോ? റസൂലുള്ളാഹിൻ്റെ മറുപടി നോക്ക് നിങ്ങൾ. ഇദ്ദേഹം പറഞ്ഞു, അമ്മൽ ഇസ്ലാം ഫാഖ്ബൽ, അദ്ദേഹത്തിൻ്റെ മുഈറത്ത് ബിൻ ശുഅബയുടെ ഇസ്ലാമത ആശ്രയിച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ അംഗീകരിക്കുന്നു. വഅമ്മൽ മാല ഫലസ്തു മിൻഹു ഫി ശൈ, അയാൾ സമ്പത്ത് കൊള്ളടിച്ചു പറഞ്ഞല്ലേ, അത് ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് വല്ലാത്തൊരു വാക്കാണ്. ദീനുള്ള ആൾക്കേ പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഓൻ നമ്മളാളല്ലേ, അത് ന്യായീകരിക്കണില്ല, നിഷേധിക്കണില്ല, ഒന്നുമില്ല. പിന്നെന്താ, അത് നിങ്ങൾ തമ്മിൽ നോക്കേണ്ട കാര്യമാണ്. ഇരിക്കാവിൻ്റെ ഇസ്ലാമിനെ കുറിച്ചാണെന്നാണ്. ശരി, ഉർവ മടങ്ങിച്ചെന്ന് തൻ്റെ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നേരെ മറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ആളുകളെ, ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുക്കലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ റോമൻ, പേർഷ്യൻ, നജ്ജാശി രാജാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അതായത്
മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്ന പോലെ ആദരിക്കുന്ന പോലെ ഒരു രാജാവിൻ്റെ അനുയായികളും ഒരു രാജാവിനെയും ബഹുമാനിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ഒന്ന് തുപ്പിയാലേ അത് അനുയായികൾ എന്ത് ചെയ്യും? കയ്യും കാട്ടിങ്ങനെ വരും. എന്നിട്ട് ആ തുപ്പുനീരെന്ത് ചെയ്യും? കയ്യിലിങ്ങനെ വാങ്ങിച്ചിട്ട് അവരവരുടെ ശരീരത്തിലും മുഖത്തിലൊക്കെ ഇങ്ങനെ തേക്കും, ശരീരത്തിലും തേക്കും. അവർ ആ മുഹമ്മദ് നബി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലോ അതൊരപ്പം നിർവഹിക്കുകയാണ്. ആ മുഹമ്മദ് ഒരു വധു കൊടുത്താൽ ആ വധുവിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ടേ ഞാൻ പറയും മാമു ഖരീദിക്കുന്ന സംഭവമാണ്. ഇത് നബിൻ്റെതാണ്. നബി കഴിഞ്ഞു ഞാൻ തുപ്പല് കിട്ടാല്ല. ആ സംഭവം സത്യമാണ്. ആ ഇതിലെന്താ പ്രശ്നം? നബിൻ്റെത് എപ്പോഴും ആകെ ബുഖാരി 2731 നബി ഇപ്പോഴേ ചെയ്തിട്ടുള്ള എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് പിന്നെ നബിസ്വല്ലല്ലാഹു അതായത് നബി ഇങ്ങനെ ചെയ്യണത് ഒന്ന് മറ്റുള്ള ശത്രുക്കളെ കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഇത്ര മാത്രം അവർ നബിനെ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട് തോന്നിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഈ റസൂലുള്ളാഹിൻ്റെ നമ്മൾ വേറെ കാണണം, ബാക്കിയുള്ളത് വേറെയും കാണണം. എന്നാ പ്രശ്നം വരുന്നില്ലല്ലോ. രണ്ടാമത്തെ റസൂലില്ല. റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതയാണ് നബിൻ്റെ ഖുസൂസിയത്താണ്. ആ ഉണ്ട് 2731 അതിൻ്റെ ഞാൻ നമ്പർ ഹദീസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് റസൂലുള്ളാഹിൻ്റെ അതേപോലെ കാണി. രണ്ടാമത്തെ റസൂലില്ല. സഹാബാക്കൾ ഇപ്രകാരം ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും വേറില്ല. അപ്പോൾ നബിൻ്റെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നബിൻ്റെ അതേപോലെ തന്നെ കാണുക നമ്മൾ. അത് നല്ല പ്രശ്നം തീർന്നു. ശരി, ഉറുവ മടങ്ങി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനേ ഇങ്ങനെ ഇന്ന് വരെ ഞാനൊരു രാജാവിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരിങ്ങനെയാണ് ചെയ്യണത്. ഇനി ആ നബി ഒതു കൊടുക്കുകയാണെങ്കിലോ അവർ ആ നബിയുടെ വധുവിൻ്റെ വെള്ളത്തിൻ്റെ ബാക്കി ലഭിക്കാൻ വേണ്ടിക്കാണ്ട് അവർ പരസ്പരം എന്ത് ചെയ്യാണ്? ചണ്ട കൂടുകയാണ്. ആ നബി എങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവർ ശബ്ദം താഴ്ത്തും ആ നബിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. എത്രമാത്രമെന്നറിയുമോ? ആ നബിൻ്റെ മുമ്പിൽ മുഖത്തേക്ക് അവർ കണ്ണിങ്ങനെ തുറപ്പിച്ച് നോക്കുകയുമില്ല. എന്തേ കാരണം? തഅലീമല്ലഹു, ആ നബിയെ ബഹുമാനിച്ചുകൊണ്ടാണ്. തീർച്ചയായും അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല പ്ലാനാണ്, നിങ്ങൾ സ്വീകരിച്ചോ, ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ ഒന്നുകൂടെ പോകട്ടെ എന്നാണ്. അപ്പോൾ ബനീ കിനാനയിൽപ്പെട്ട ഹുലൈസ് എന്ന പേരുള്ള ഒരാൾ അങ്ങനെ വരികയാണ്. നബി സല്ലല്ലാഹു സഹാബാക്കളെയും നബി കണ്ടപ്പോൾ നബി സഹാബത്തിനോട് ഈ പിന്നെ ഹുലൈസിനെ പറ്റി പറഞ്ഞു, ഹാദ ഫുലാൻ, ഇത് ഹുലൈസാണ്, ഇന്ന ആളാണ്. വഹുമിൻ ഖൗമി യുഅല്ലിമുൽ ബുദ്ന ഫബഅഥൂഹാ ലഹു. അതെ, ഇയാൾ ഈ ബലിമൃഗത്തിനെ ബഹുമാനിക്കുന്നയാളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ആദരിക്കുക എന്ന് പറയാം. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹുലൈസ് അത് കണ്ടുകണ്ടാണ് മടങ്ങി ചെന്നിട്ട് അവരോട് പറഞ്ഞു, റയത്തുൽ ബുദ്ന, അവരുടെ കൂടെ ഒരുപാട് ബലിമൃഗങ്ങളുണ്ട്. അത് കൊല്ലിതത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് അത് പിന്നെ മാലയുടെ ഇടപ്പെട്ടതാണ്. ബൈത്തി, ഞാൻ മനസ്സിലാക്കുന്നത് ഓരൊരിക്കലും ഹറമിൽ വന്ന് ഉംറ കർമ്മം നിർവഹിക്കാതെ മടങ്ങിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവർ തീരുമാനമെടുത്ത് വന്നതാണ്, അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നാണ്. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. മനസ്സിലെ അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് മിക്രസ് ബിൻ ഹഫ്സ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഖുറൈശികളോട്, ഞാനൊന്ന് പോയി സംസാരിച്ചോക്കട്ടെ എന്നാണ്. ശരി, മിക്രസ് വരുന്ന കണ്ടപ്പോൾ സ്ഥലം പറഞ്ഞ് ഹദം കിരിസുൽ വഹുറജുൽ ഫാജിർ, ഇയാളൊരു മോശമായ മനുഷ്യനാണ്, ഒരു തമ്മാടിയായ ആളാണ്. അപ്പോൾ മിക്രസ് എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സമയത്താണ് ഇങ്ങനെ ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രധാനപ്പെട്ട സംഭവം. ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൈൽ ഇബ്നു അംർ കയറി വരികയാണ്. ആളെ പേര് നബിക്ക് അദ്ദേഹത്തിന് അറിയാം. അപ്പം നീ പറഞ്ഞു കസഹുലിലൊക്കും അമ്രക്കും ലൊക്കും അമ്രിക്കും, നിങ്ങളെ കാര്യം എളുപ്പമായിട്ടുണ്ട്. കാരണം സഹിൽ പറഞ്ഞാൽ എളുപ്പമാണ്. അത് നിങ്ങളെ കാര്യം എന്ത് ചെയ്തു? എളുപ്പമായി. സഹിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, സുഹൈൽ ഇബ്നു അംർ ശത്രുക്കളുടെ നേതാവ്, നല്ല സംസാരിക്കാൻ കഴിവുള്ളയാൾ, വലിയ പിന്നെ എന്താ പറയുക ശത്രുക്കളുടെ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാത്തി ഉത്തുബൈനൗബൈനു കിതാബ, മുഹമ്മദേ ഈ ഒരു പേപ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കരാർ എഴുതാം. അല്ലാഹു റസൂൽ എഴുതാനുള്ള ആളെ വിളിച്ചു. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് എഴുതിയിരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ്. വേറെ ചരിത്രത്തിൽ മുഹമ്മദ് മസ്ലിം പിന്നെ ആണെന്ന് ചിലപ്പോൾ കാണും. ആ അഭിപ്രായം തന്നെ ശരിയല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ആണ്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്നോ സുഹൈൽ അമ്രും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി എഴുതാനുള്ള വാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സമയത്ത് സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, അമ്മർ റഹ്മാൻ
ഈ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഞങ്ങൾക്കറിയില്ല. ഇത് ഉക്തു ബിസ്മിക അല്ലാഹുമ്മ, അള്ളാൻ്റെ നാമത്തിൽ നിന്ന് പറഞ്ഞോ, കാരണം അള്ളാനെ ഞങ്ങൾക്കറിയാം. കമാക്കുൻ തക്തുബ്, സാധാരണ ചെയ്താറുള്ളത് പോലെ. നിങ്ങൾക്ക് ദേഷ്യമായി അവരോടൊന്നും അവർ പറഞ്ഞു, ഞങ്ങളെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നല്ലാതെ വേറൊന്നും ഞങ്ങൾ എഴുതൂല, ഞങ്ങൾ അങ്ങനെ എഴുതൂ. ആ സമയത്ത് വസല്ലം പറഞ്ഞു, ഉക്തു ബിസ്മിക അല്ലാഹുമ്മ. എന്നാൽ ഓൻ പറഞ്ഞ പോലെ തന്നെ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കളാം. അള്ളാഹു റസൂൽ താഴെയാണ്, താന്നതുകൊണ്ട് ഉയർച്ച പിന്നെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹു റസൂൽ സഹാബക്കൾ പറഞ്ഞു, ഇല്ല എഴുതി നിങ്ങൾ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുത്. ശേഷം നബി പറഞ്ഞു, ഹാദാ മാ ഖാല അലൈഹി മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് അള്ളാഹിൻ്റെ പ്രവാചകനായ മുഹമ്മദും അതേപോലെ മറ്റാളെ പേര് പറയുന്നതിന് മുമ്പ് എഴുതുന്ന കരാർ ഇതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും സുഹൈൽ ചാടി. അവൻ പറഞ്ഞു, വല്ലാഹു ലോക്കു ഞാൻ ആരും അന്നക റസൂലുള്ള, ഈ അള്ളാഹിൻ്റെ റസൂൽ ഞങ്ങൾ അറിയാനുണ്ടെങ്കിൽ, ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെന്നെ കാബത്തുള്ള തടയില്ലല്ലോ, ഞങ്ങളെന്തിനു തടയണം? അതുകൊണ്ട് ഞങ്ങളെന്നോട് യുദ്ധം ചെയ്യൂല. പക്ഷേ വലാക്കിൻ ഉത്തു മുഹമ്മദിന് അബ്ദില്ല, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് എന്ന് എഴുതുമെന്ന് പറഞ്ഞു. ആകെ പ്രശ്നമായി, അത് സമ്മതിച്ചില്ല. അള്ളാഹു റസൂൽ സഹാബാക്കൾ പറഞ്ഞു, ഇല്ലല്ല, ഇനി വല്ലാഹി ഇനി പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങൾ എഴുതുമെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, വല്ലാഹി ഇന്നീല റസൂലുള്ളാഹി വഇൻ കദ്ദബ്തുമൂനി, നിങ്ങൾ ഓരോരുത്തരും എന്നെ കളവാക്കിയാലും ഞാൻ അള്ളാഹിൻ്റെ റസൂൽ തന്നെയാണ്. ഉക്തു മുഹമ്മദ് ബിൻ അബ്ദില്ല. അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു, അങ്ങനെ എഴുത്, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് എഴുത്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് എഴുതാൻ തയ്യാറായില്ല, മൂപ്പരും കൊണ്ട് മാറിയിരുന്നു. അപ്പോൾ നബി സല്ലം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഴുതിയത് മായിച്ചു. നബിക്ക് ആദ്യം എഴുതാനും വായിക്കാനും അറിയില്ല എന്നും ശേഷം നബിക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു എന്നുള്ളതിനും പിന്നെ പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന സംഭവം ഇതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റസൂലുള്ളാഹി എന്നുള്ള വാക്ക് മായ്ക്കാൻ തയ്യാറായില്ല. പക്ഷേ എന്ത് ചെയ്തു? നബി എന്നെ മായ്ച്ചു കൊടുത്തു എന്നുള്ള എഴുതി എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മക്ക വിജയത്തിനേക്കാളേറെ വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹുദൈബിയ സന്ധിയായിരുന്നു. വസല്ലം പറഞ്ഞു, പിന്നെ മൂന്നാമത്തെ ഇനി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം, ഞങ്ങൾ തടയരുത്, ഞങ്ങൾക്ക് കഅബാലയത്തിലേക്ക് പോകണം, ഞങ്ങൾ തവാഫ് ചെയ്യണം. അപ്പോൾ സുഹൈലിനോട് പറഞ്ഞു, മുഹമ്മദ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നിന്നോട് സമ്മതിക്കുകയാണെങ്കിൽ അറബികൾ ഞങ്ങളെപ്പറ്റി പറയും ഞങ്ങൾ തോറ്റുപോയതാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ അതിജയിച്ചതാണെന്ന് പറയും. അതുകൊണ്ട് ഈ വർഷം ഈ വരില്ലേ, നല്ലവർക്ക് പറയാം, അടുത്ത വർഷം വന്നോ എന്ന് സുഹൈൽ പറയാം. അതും എഴുതി. ശരി, അള്ളാഹു റസൂൽ അംഗീകരിച്ചു. അപ്പോൾ എല്ലാ നബി അംഗീകരിക്കാനുണ്ടോ, മറ്റൊരു അംഗീകരിക്കുന്നുമില്ല. അതും എഴുതി സുഹൈൽ. അങ്ങനെ എഴുതിയ സമയത്ത് ഇനി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി സുഹൈൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എഴുതാനുള്ളത്. വരാന്നൗല യതീക മിന്ന റജുലുൻ വഇൻ കാന അലാ ദീനിക, ഞങ്ങളിൽപ്പെട്ട ഒരാൾ നിൻ്റെ പക്കലേക്ക് വന്നാൽ, നിൻ്റെ അടുക്കേക്ക് വന്നാൽ, അവൻ നിൻ്റെ ദീനിലാണെങ്കിലും മുസ്ലിമാണെങ്കിൽ തന്നെ ശരി, ഖുറൈശികളിൽപ്പെട്ട ഒരാൾ മുസ്ലിമായിക്കൊണ്ട് നിൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞങ്ങളിലേക്ക് തന്നെ അവനെ മടക്കി വിടണം. എന്നാൽ നിങ്ങളിൽ നിന്ന് ഒരാൾ വന്നാലോ ഞങ്ങൾ മടക്കി വിടൂല്ല. വല്ലാത്തൊരു കാര്യം. മുസ്ലിമുകൾ പറയും, സുബ്ഹാനല്ലാഹ് കഫീറദ്ദുൽ മുശ്രിക്കീന നമുക്ക് ജാ മുസ്ലിമ, ഒരാൾ മുസ്ലിമായി വന്നാൽ പിന്നെ അവനെ മടക്കി വിടുന്നത് എങ്ങനെയാണ്? പിന്നെ അവനെ അങ്ങോട്ട് മടക്കി വിടേ, ഇപ്പോൾ മുസ്ലിമായിട്ട് വന്നതല്ലേ. അങ്ങനെ ചർച്ച നീണ്ടുപോവാണ്, എഴുതാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിലുണ്ട് വേദന കാരണത്താൽ നടക്കാൻ കഴിയാത്ത ഒരാൾ കാലിൽ ചെങ്ങലയുമായിട്ട് ആ ചെങ്ങലെങ്ങനെ നിലത്തു വലിച്ചു വരുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. എല്ലാവരും നോക്കി. അതാരാ നിങ്ങൾ? അബൂജന്തൽ ഇബ്നു സുഹൈൽ ഇബ്നു അംറാൻ. അതായത് നബിൻ്റെ കൂടെ ഈ കരാർ എഴുതാനിരുന്ന ഖുറൈശി പ്രമുഖനായ സുഹൈൽ ഇബ്നു അംറിൻ്റെ മകനായ അബൂജന്തൽ. അതുകൊണ്ടാണ് ഇയാൾ പ്രകാരം നിബന്ധന വെക്കാൻ കാരണം. അതായത് നിൻ്റെ മതത്തിൽപ്പെട്ടവനാണെങ്കിലും മുസ്ലിമായി വരികയാണെങ്കിലും ഞങ്ങളിൽപ്പെട്ടവൻ വന്നാൽ തിരിച്ചയക്കണം എന്ന് പറയാനുള്ള കാരണം അതാ. എന്താ കാരണം എന്ന് പറയുന്നത്? അതായത് മുഹമ്മദും അനുയായികളും കഅബ ഉംറ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ബാപ്പ മകൻ എന്ത് ചെയ്താണ്? കെട്ടിയെടുക്കുക. ബാപ്പ പിന്നെ ഖുറാഫിയാണ്, പിന്നെ മകനാണെങ്കിലോ മുജാഹിദുമാണ്. അവിടെ കെട്ടിയിട്ട് പോകാൻ നിൽക്കുക, ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിക്കാണ്ട്. അപ്പോഴാണ് ഇയാൾ അറിഞ്ഞത്, മനസ്സിലല്ലേ, വിശ്വാസത്തിന് ചെങ്ങലയെ പൊട്ടിക്കാനുള്ള ശക്തിയാണ്. അവിടെ എന്താ വെച്ചാൽ അബൂജന്തൽ ചെങ്ങലൊക്കെ പൊട്ടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. രക്തമൊലിക്കുന്നുണ്ട്, ചിലൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഇങ്ങനെ വരികയാണ്. എന്തിന്? മുസ്ലിമുകളെ കാണാനായി കണ്ട് മുസ്ലിം അയാൾ ചെങ്ങല പൊട്ടിച്ച് വരികയാണ്. ഇത് കണ്ടു. അതുകൊണ്ടാണ് സുഹൈൽ അപ്രകാരം പറഞ്ഞത്. അപ്പോൾ സുഹൈൽ പറഞ്ഞു, എന്ത് ഹദയ മുഹമ്മദ് അവ്വലു മൻ ഉഖാദികാലി, മുഹമ്മദ് ഇതാ ഒന്നാമത്തെ കരാർ എന്നതാണ് കേട്ടോ, അത് ലംഘിക്കരുത് പറഞ്ഞു. എന്തേ? അൻ തെറുദ്ദോഗിലിയ, അവൻ എന്നിലേക്ക് മടക്കി വിടണം. എൻ്റെ മകനാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അവനെ എന്ത് ചെയ്യണം? എന്നിലേക്ക് മടക്കി വിടണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബായതു, നമ്മൾ എഴുതിയിട്ടില്ലല്ലോ കരാറ്, ഇപ്പം നമ്മൾ കരാറിലല്ലല്ലോ,
എഴുതണല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവനെ ഈ സമ്മതിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫവല്ലാ ഇതെല്ലാം അവസാനിക്കല ചെയ്യുന്നവത, അങ്ങനെയാണെങ്കിൽ ഞാൻ നീയുമായി കരാർ ചെയ്യാൻ തയ്യാറില്ല, നീയുമായി കരാർ ചെയ്യാൻ തയ്യാറില്ല. അപ്പം നബി പറഞ്ഞു ഇല്ല പ്ലീസ് അവനെ മാത്രം നീ അനുവദിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ അവനെ നിനക്ക് അനുവദിച്ച് തരികയില്ല. നബി വീണ്ടും പറഞ്ഞു നോക്കി ബല ഫാൽ, അല്ല പ്ലീസ് ഒന്നുകൂടെ, അല്ല മാ നബി ഫായിൽ, ഞാൻ ചെയ്യൂല എന്നാണ്. അപ്പം നേരത്തെ പറഞ്ഞ ഈ മിക്കിരിസ് ഉണ്ടല്ലോ, നേരത്തെ നബി സംസാരിക്കാൻ വേണ്ടി വന്നേ, അയാൾ പറഞ്ഞു കഥാജിനാലക്ക ഇല്ല ഓനെ എടുത്തോളിയായിരുന്നു. മൂപ്പര മകനല്ല, മറ്റേ മകനാണ്, ഇയാൾ ശത്രുവാണ് മിക്കിരിസ് എന്നുള്ള കൊടുത്തു എന്നാണ്. അത് എന്തുകൊണ്ടെന്നുള്ളിൽ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സുഹൈലിൻ്റെ കൂടെയുള്ള ആളായിരുന്നു, സുഹൈലിൻ്റെ അയൽവാസിയായിരുന്നു. ഒന്ന്, ചില മോശമായ ആൾക്കാരിൽ നിന്നും ചിലപ്പോൾ എന്തുണ്ടാവും നല്ല കാര്യങ്ങൾ ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അയാളത് കാപ്പിട്ടികളോട് കൂടി പറഞ്ഞതാണ്, മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പര് വന്നപ്പോൾ നബി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു തോന്നിവാസം എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് അല്ല ഞാൻ നല്ലവനാണെന്ന് നബിയെ തോന്നിപ്പിക്കാൻ വേണ്ടി കണ്ടാണ് അപ്രകാരം ചെയ്തതെന്നാണ്. എന്തോ ആവട്ടെ, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല. അതേപോലെ തന്നെ ഈ അബൂജന്തലിനെ ചെങ്കലമെന്ന് കഴിച്ചു വിട്ട ആളും ഈ മിക്കിരിസാണ് എന്ന് ചരിത്രത്തിൽ കാണാം. എന്തോ അള്ളാഹു ആലംബിസോ. അപ്പോൾ ആൾ നയിച്ചു കൊണ്ടേക്കുവാറ്. ആ സന്ദർഭത്തിൽ അതായത് വിട്ടുകൊടുക്കണില്ലല്ലോ. അബൂജന്തൽ മുസ്ലിമിനോട് പറഞ്ഞു അല്ല മുസ്ലിമീങ്ങളെ, ഞാൻ മുസ്ലിമായിക്കൊണ്ടാണ് നിങ്ങളുടെ പക്കലേക്ക് വന്നത്. നിങ്ങളൊക്കെ ഞാൻ നിങ്ങളെപ്പോലെ മുസ്ലിമാണ്. ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ നോക്ക്, നിങ്ങൾ എൻ്റെ കാലിലേക്കും എൻ്റെ കയ്യിലേക്കൊക്കെ ചെങ്ങല പൊട്ടിച്ചിട്ട് ഞാൻ വന്നത്. അല്ല തെറോനമാക്കതിലെത്തിയിട്ടു ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണില്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യാണ്, വീണ്ടും അവരിലേക്ക് മടക്കി വിടുകയാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതേ മിനിറ്റ് നബിയോട് ചോദിച്ചാൽ അല്ല നബി, അല്ല നിങ്ങൾ നബി തന്നെയല്ലേ? അലൈസ നബി അല്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ തന്നെയല്ലേ? സത്യത്തിലും നബി തന്നെയല്ലേ നിങ്ങൾ? അവൻ നബി അതെ ഞാൻ നബി തന്നെയാണ്. അല്ല നബി, നമ്മൾ സത്യത്തിലും നമ്മുടെ ശത്രുക്കൾ അസത്യത്തിലുമല്ലേ? ആ അതന്നെയാണ്. ഒരു നേതാവ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ മറ്റോരെ മാതിരി അനുയായികളെപ്പോലെ അദ്ദേഹവും എടുത്തുചാട്ടക്കാരനാകാൻ പാടില്ല. അത് റസൂൽ പറഞ്ഞ അതെ. പിന്നെ ഉമറിൻ്റെ ചോദ്യം, എന്നാൽ പിന്നെ എന്തിനാ നമ്മൾ ഈ വിഷത്രം സഹിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നമ്മളിത് നിന്ദ്യരാകണം? നബി സല്ലല്ലാഹു പറഞ്ഞു ഇന്നി ലറസൂലുള്ളാഹി വലസ്തു അസിഹു വനാസിരി, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്, ഞാൻ റബ്ബിനെ എതിര് കാണിക്കൂല. കാരണം റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ, അവൻ എൻ്റെ സഹായിയാണ്. ആര്? റബ്ബനെ സഹായിക്കുന്നവനാണ്. അപ്പോൾ ഉമർ പറഞ്ഞു അതല്ല, നിങ്ങൾ മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മൾ കഅബാലയത്തിൽ നിങ്ങൾ പോകും, നമ്മൾ കഅബ നമ്മൾ തവാഫ് ചെയ്യും, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിനയാനിതനായിക്കൊണ്ട് അതെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ നിന്നോട് ഞാൻ ഈ കൊല്ലം പോകുന്നു നമ്മൾ പറഞ്ഞിരുന്നോ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. എന്നാൽ അള്ളാഹു റസൂൽ പറഞ്ഞു അതെ, എന്നാൽ ഈ കഅബാലയത്തിൽ പോവുന്നെ ചെയ്യും, എന്ത് ചെയ്യും, ആ കഅബാലയത്തിന് തവാഫ് ചെയ്യുകയും ചെയ്യും. ഉമറിൻ്റെ അരിച്ചമടങ്ങിയില്ല. ഉമർ നേരെ അബൂബക്കർ അടുക്കൽ ചെന്നു. ഇവിടെ ചോദിച്ചു അല്ല അബൂബക്കർ, അയ്യോ പിന്നെ എന്താണ് അബൂബക്കർ നബി നമ്മൾ എന്തിനാണ് ഈ പിന്നെന്താ പറയുക നിന്ദ്യരായി കഴിയണം എന്തിനാണ്? അപ്പോൾ അബൂബക്കർ ചോദിച്ചു അല്ല സുഹൃത്തെ, എന്നോട് അള്ളാഹിൻ്റെ റസൂല്, അദ്ദേഹം അള്ളാഹിൻ്റെ റസൂലാണ്, അദ്ദേഹത്തിന് അള്ളാഹുവിനോട് എതിര് കാണിക്കാൻ പറ്റൂല. അള്ളാഹു അയാൾ പിന്നെ മുഹമ്മദ് നബിയെ സഹായിക്കുകയും ചെയ്യും. അദ്ദേഹം സത്യത്തിലാണ് ഉറച്ചു നിന്നോ എന്ന് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂല് അബൂജന്തലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ അബൂജന്തൽ ഇസ്ബിർ വഹ്തസിബ്, അബൂജന്തലെ നീ ക്ഷമിക്ക്, അള്ളാഹുവിൻ്റെ നിന്നുള്ള പ്രതിഫലവും ആഗ്രഹിക്കും. ഫഇന്നാ ലാ നഖ്ദിറു, നമ്മൾ വഞ്ചിക്കുന്നവരല്ല, നാം കരാർ ലംഘിക്കുന്നവരല്ല. വഇന്നല്ലാഹ ജഅല ലക ഫറജൻ വമഖ്റജ, അള്ളാഹു നിനക്ക് ഒരു തുറവി ഉണ്ടാക്കിത്തരും, ഒരു മാർഗം ഉണ്ടാക്കിത്തരും, നീ ക്ഷമിക്കണം എന്നാണ്. എന്നിരുന്നാലും എന്തല്ല, കരാർ ലംഘിക്കാൻ ഞാൻ ആളല്ല എന്നാണ്. അതാണ് കരാർ പാലനത്തിൻ്റെ ഏറ്റവും മഹിമ, അഥവാ അതിൻ്റെ സേട്ടത എന്ന് പറയുന്നത് അതാണ്. അതിനാൽ നാം കരാർ പാലിക്കുന്നവരാകണം, നാം ഒരിക്കലും കരാർ ലംഘിക്കുന്ന ആൾക്കാരാകാൻ പാടില്ല. കാരണം കരാർ ലംഘനം എന്ന് പറയുന്നത് അത് സത്യനിഷേധികളുടെ അതേപോലെ മുനാഫിക്കുകളുടെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ അള്ളാഹു. ഇതൊരു അനുഗ്രഹത്തിൻ്റെ സദസ്സാക്കി നീ മാറ്റണേ റബ്ബേ. നിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത ഈ സമയം ഞങ്ങളുടെ നന്മയുടെ തുലാസിനെ രേഖപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ പിരിഞ്ഞു പോണ സമയത്ത് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടൊരു കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരും ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.